ഉച്ചരിക്കുന്ന ഒരു മുസ്ലിമിന് ഒരു വിളിയെ വിളിക്കാൻ പറ്റൂ. അല്ലാഹുവേ കാക്കണേ, റബ്ബേ രക്ഷിക്കണേ, റഹ്മാനെ കാക്കണേ എന്നിങ്ങനെ പടച്ചവനെ മാത്രമേ വിളിക്കാൻ പറ്റൂ ഒരു മുസ്ലിമായ മനുഷ്യന്. അപ്പോൾ അതല്ലാത്ത ഒരു വിളി വന്നാലോ ആ വിളിക്കപ്പെടുന്നതിനെ അവൾ ഇലാഹാക്കി. പിന്നീട് എവിടുന്ന് വന്നു സഹോദരങ്ങളെ മുഹമ്മദ് നബിയെ എന്ന വിളി? പിന്നീട് എവിടുന്ന് വന്നു ഷെയ്ഖേ എന്ന വിളി? നമ്മൾ ശരിക്കും മനസ്സിരുത്തി ചിന്തിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഈസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങി വരുന്ന കാലഘട്ടവുമായി ബന്ധപ്പെട്ട് പ്രവാചകൻ പഠിപ്പിച്ച ഹദീസ്, അതിന്റെ ആദ്യ ഭാഗങ്ങൾ ബുഖാരിയിൽ വന്നിട്ടുണ്ട്, മുസ്ലിമിൽ വന്നിട്ടുണ്ട്. ഈ പൂർണ്ണരൂപത്തില് ഇബ്നു അസാക്കിറിന്റെ താരീഖ് ദിമശ്കിലും മുസ്നദ് അബൂ യഅലയിലുമൊക്കെ അതേപോലെ ഹാക്കിമിലുമൊക്കെ ഉദ്ധരിക്കപ്പെട്ട് വന്നിട്ടുണ്ട്. പല സനദുകളിൽ പല മത്നുകളിൽ ഉദ്ധരിക്കപ്പെട്ട ഒരു ഹദീസ്. അതില് റസൂൽ പറയുകയാണ്, വല്ലദീ നഫ്സു അബിൽ ഖാസിം ബിയദിഹി, അല്ലാഹുവാണ് സത്യം, ലയൻസിലന്ന ഈസ ഇബ്നു മറിയം, തീർച്ചയായും ഈസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങുക തന്നെ ചെയ്യും. ഇമാമൻ മുഖ്സിത, നീതി നടപ്പാക്കുന്ന ഇമാമായിക്കൊണ്ട് അദ്ദേഹം ഇറങ്ങി വരിക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ് ആ ഈസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങി വന്നാൽ ഉണ്ടാകുന്ന സംഭവങ്ങളെല്ലാം പറഞ്ഞിട്ട് അതിന്റെ അവസാന ഭാഗത്ത് ആ ഈസാ നബി അലൈഹി സ്വലാം എന്റെ ഖബറിൽ വന്നുകൊണ്ട് യാ മുഹമ്മദ് എന്ന് വിളിച്ചാൽ ഞാനതിന് ഉത്തരം ചെയ്യും. എന്താ ഹദീസിലുള്ളത്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതായി ഞാൻ കേട്ടു. വല്ലദീ നഫ്സു അബിൽ ഖാസിം ബിയദിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ സത്യം, ലയൻസിലന്ന ഈസ ഇബ്നു മറിയം ഇമാമൻ മുഖ്സിതൻ വഹകമൻ അദില, ഈസാ നബി അലൈഹിസ്സലാം നീതിമാനായ ഭരണാധികാരിയായി ഇമാമായി ഇറങ്ങി വരും. ഫലയുകസ്സിറന്ന സലീബ, കുരിശുകൾ തകർക്കും. വലയഖ്തലന്നൽ ഖിൻസീറ, പന്നികളെ കൊല്ലും. വലയുസ്ലിഹന്ന ദാത്തൽ ബൈൻ, പരസ്പരമുള്ള പകകൾ ഭിന്നിപ്പുകൾ അവസാനിപ്പിക്കും. വലയുദ്ഹിബന്ന ശഹ്നാ, അതേപോലെ പോരുകൾ അവസാനിപ്പിക്കും. വലയുരിദന്ന അലൈഹിൽ മാൽ ഫലാ യഖ്ബലുഹു, ഈസാ നബി അലൈഹിസ്സലാമിന് മുമ്പിൽ സമ്പത്തുകൾ പ്രദർശിപ്പിക്കപ്പെടും, പക്ഷേ അദ്ദേഹം അത് സ്വീകരിക്കില്ല. സുമ്മലയിൻ കാമ അലാ ഖബരി, എന്നിട്ട് എന്റെ ഖബറിനരികിൽ വന്ന് ഫഖാല യാ മുഹമ്മദ്, യാ മുഹമ്മദ് എന്ന് വിളിച്ചാൽ ലാ ജബ്തുഹു, ഞാൻ അദ്ദേഹത്തിന് ഉത്തരം നൽകും. കേട്ടല്ലോ, നമ്മൾ ഒന്നാമതായി ചോദിച്ച ചോദ്യം നന്നായി ശ്രദ്ധിച്ചോളൂ. ഞങ്ങൾ കേട്ടിട്ടില്ല എന്നൊന്നും പറയണ്ട. ഈ നിർവചനം നിങ്ങൾ പഠിപ്പിച്ചത് കൊണ്ടാണ് അങ്ങനെ ചോദിക്കേണ്ടി വന്നത്. ഒരു സത്യവിശ്വാസി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിക്കുന്ന ഒരു സത്യവിശ്വാസി അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിന്റെ സമീപത്ത് വന്ന് റസൂലുള്ളാഹി ഉത്തരം ചെയ്യും എന്ന വിശ്വാസത്തോടെ ചോദിക്കുന്നത് ശിർക്കാണോ ശിർക്കല്ലേ? അതാണ് ചോദ്യം. ചോദ്യം വളരെ കൃത്യമാണ്. നോ ക്വസ്റ്റ്യൻ ആണ്. ആണോ അല്ലേ എന്നതാണ് ചോദ്യം. ബാക്കി ഇൻഷാ അല്ലാഹ് ഞാൻ പറയും. അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിന്റെ സമീപത്ത് വന്ന്, ബാക്കിയൊക്കെ നമുക്ക് പറയാം. ഒന്ന് വന്നാൽ തന്നെ നിങ്ങളെ നിർവചനം പൊളിയോല്ലോ. അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിന്റെ സമീപത്ത് വന്ന്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിന്റെ സമീപത്ത് വന്ന് ഉത്തരം ചെയ്യും എന്ന വിശ്വാസത്തോടെ റസൂലുള്ളാഹിനെ വിളിച്ചാൽ അത് ശിർക്കാണോ അല്ലേ? ഈ ഉത്തരം പറയുമ്പോൾ നിങ്ങൾ ആളെ മാറ്റിയത് കൊണ്ട് ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. ആള് മാറാം, ആദ്യത്തെ ആളാവാം, അത് ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ആര് പറഞ്ഞാലും കുഴപ്പമില്ല. ഞങ്ങൾക്ക് മറുപടിയാണ് ആവശ്യം. നിങ്ങൾ ഈ ചോദ്യം ഇയാള് എഴുന്നേറ്റ് പറഞ്ഞോ ശിർക്ക് തന്നെയാണ്, നമുക്കതന്നെ കിട്ടേണ്ടതും. കാരണം ഈ ഹദീസെ കുറിച്ച് ചോദിക്കാനാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. വല്ല എങ്ങനെയാ കുരുക്കിങ്ങനെ കുടുക്കി വരികയാണ്. അപ്പൊ ആദ്യം തന്നെ എന്റെ റസൂലുള്ളാഹിന്റെ ഖബറിന്റെ സമീപത്ത് വന്ന് എന്നെ സഹായിക്കുമെന്ന വിശ്വാസത്തോടെ വിളിച്ചാൽ അത് ശിർക്കാണോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വിളിക്കുന്ന വ്യക്തി വിളിച്ചാൽ അത് ശിർക്കാണോ എന്നാണ് ചോദ്യം. ഇയാള് പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിക്കുന്ന ഒരാളും അത് അങ്ങനെ വിളിക്കൂല്ല. അഥവാ വിളിച്ച പോലെ ലാ ഇലാഹ ഇല്ലല്ലാഹിൽ വിശ്വസിച്ച ആളുമല്ല. പിന്നെ ഈ ടീമാണ് പിന്നെ ചോദിക്കുന്നത് അത് ഈസാ നബി അല്ലേ എന്ന് മനസ്സിലാക്കണം. ഈസാ നബി എന്താ ലാ ഇലാഹ ഇല്ലല്ലാഹിൽ വിശ്വസിക്കാത്ത ആളാണോ? മറുപടി കേട്ടോളൂ.
ഹനീഫ തന്നെ പറയട്ടെ മറുപടി. ഈ പറഞ്ഞതുപോലെ തന്റെ പ്രാർത്ഥന കേൾക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കഴിയും, അതേപോലെ തന്റെ പ്രശ്നം പരിഹരിക്കുവാൻ അല്ലാഹുവിന്റെ റസൂലിന് കഴിയും എന്ന് വിചാരിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി വിശ്വസിക്കുന്ന ഒരു മുസ്ലിം ചോദിച്ചാൽ എന്ന ചോദ്യം തെറ്റാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിക്കുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി വിശ്വസിക്കുന്ന ഒരു മുസ്ലിം അങ്ങനെ ചോദിക്കില്ല. ഒരാൾ ചോദിക്കാം, അങ്ങനെ ചോദിക്കുന്നയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹിൽ വിശ്വസിച്ചുകൊണ്ട് ചോദിക്കില്ല. കാരണം അവനറിയാം താൻ ചോദിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹിക്കെതിരാണ്. താൻ ചോദിക്കുന്ന ഈ ചോദ്യം മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ ചര്യയ്ക്ക് എതിരാണ് എന്നറിയാവുന്നത് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിക്കുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി അംഗീകരിക്കുന്ന ഒരാൾ ചോദിക്കില്ല. അതുകൊണ്ടല്ലേ സഹാബികൾ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിൽ ചെന്ന് അപ്പോ വളരെ ഉഷാറായി. ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിക്കുന്ന ആൾ അങ്ങനെ ചോദിക്കൂല. ഇത് കിട്ടിയപ്പോ നമുക്കൊരു കാര്യം മനസ്സിലായി. ഇപ്പൊ ആളെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഈസാ നബി ആണെന്ന് മറ്റൊന്നും പറയണ്ട, എല്ലാവരും ഇത് സമാണെന്ന് മനസ്സിലായി. ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിച്ച ഒരാളും ചോദിക്കൂല. അഥവാ ചോദിച്ചാൽ അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിച്ച ആളുമല്ല. ഇത് പറഞ്ഞത് കൊണ്ട് പിന്നെ നമ്മൾ ആരാണെന്നൊന്നും പറഞ്ഞില്ല, അത് പറയേണ്ട ആവശ്യമില്ല. ഏതൊരാളായാലും അവരുടെ വാദം പൊളിയും. ഉടനെ ചോദിച്ചു രണ്ടാമത്തെ ചോദ്യം. ആ ചോദ്യം അവരുടെ കഴുത്ത് ശരിക്കും മുറുക്കുന്നതായിരുന്നു. കണ്ടോളൂ രണ്ടാമത്തെ ചോദ്യം. എന്ന് വിശ്വസിക്കുന്ന മുസ്ലിം അങ്ങനെ വിളിക്കുകയില്ല എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ശരി, അപ്പോഴാണ് എന്റെ രണ്ടാമത്തെ ചോദ്യം. ഉത്തരം ഓഡിയൻസ് വളരെ കൃത്യമായി മനസ്സിലാക്കണം. അല്ലാഹുവിന്റെ റസൂലിന്റെ സമീപത്ത്, ഖബറിന്റെ സമീപത്ത് വന്ന് എന്നെ ഞാൻ വിളിച്ച വിളി നബി തങ്ങൾ ഉത്തരം ചെയ്യുമെന്ന വിശ്വാസത്തോടെ വിളിച്ചാൽ അത് ശിർക്കാണ് എന്നാണല്ലോ പറഞ്ഞത്. എന്നാൽ കേട്ടോളൂ, ലോകത്ത് ശിർക്കും തൗഹീദും ഏതാണെന്ന് വേർതിരിച്ച് മനസ്സിലാക്കാൻ വന്ന ലോകത്തിന്റെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി, ആ നേതാവിനേക്കാൾ തൗഹീദ് തിരിഞ്ഞവരുണ്ടാവുകയില്ലല്ലോ. അതാ പറയുന്നു, കേട്ടോളൂ ഹദീസ്. ലഇൻ ഖാമ അലാ ഖബരി ഫഖാല യാ മുഹമ്മദ് ലഉജീബന്നഹു. സയ്യിദുനാ റസൂലുള്ളാഹി എന്റെ ഖബറിന്റെ സമീപത്ത് വന്ന് എന്നെ വിളിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. റസൂലുള്ളാഹി ശിർക്ക് പ്രചരിപ്പിക്കുന്ന ആളാണോ? നിങ്ങൾ പറഞ്ഞതനുസരിച്ച് ഇപ്പൊ അത് ശിർക്കാണല്ലോ. ശിർക്ക് പ്രചരിപ്പിക്കുന്ന ആളാണോ? നിങ്ങളുടെ ആ മനക്കോട്ടകളൊന്നും നടക്കുകയില്ല. ഹദീസ് എവിടെയാണുള്ളത്? ഒന്ന് പറഞ്ഞു തരാം. താരീഖു ദിമശ്ക്, ഇബ്നു അസാക്കിറിന്റെ താരീഖു ദിമശ്കിന്റെ 3-ാം വാള്യത്തിന്റെ താരീഖു ദിമശ്ക് ഇബ്നു അസാക്കിർ 47-ാം വാള്യത്തിന്റെ 493-ാമത്തെ പേജിൽ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും അത് ശിർക്കാണെങ്കിൽ ആ കിതാബിൽ അത് ഉദ്ധരിക്കുകയില്ലല്ലോ. അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കണം, അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ കൃത്യമായി പറഞ്ഞു, ലഇൻ ഖാമ അലാ ഖബരി ഫഖാല യാ മുഹമ്മദ് ലൗജീബന്നഹു. എന്റെ ഖബറിന്റെ സമീപത്ത് വന്ന് എന്നെ വിളിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യും. താരീഖ് ഇബ്നു അസാക്കിറിന്റെ ഗ്രന്ഥത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഇമാമിങ്ങൾ അവരുടെ ഗ്രന്ഥം ഉപയോഗിക്കുന്നത് ശിർക്ക് പറയാനല്ലല്ലോ. അത് തന്നെ മതിയല്ലോ തെളിവ്. ശിർക്കാണോ അല്ലേ എന്നതാണല്ലോ നമ്മുടെ ചർച്ച. അതോടുകൂടി പോയല്ലോ നിങ്ങളെ തെളിവ്. അവിടുത്തെ താരീഖ് ദിമശ്കിൽ വളരെ കൃത്യമായി പറഞ്ഞു, എന്റെ ഖബറിന്റെ സമീപത്ത് വന്ന് എന്നെ വിളിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യുമെന്ന് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി പറഞ്ഞ ഹദീസ് പറഞ്ഞിട്ടുണ്ട്. ഇബ്നു അസാക്കിർ ശിർക്കിന്റെ പ്രചാരകനല്ലല്ലോ. അതുകൊണ്ട് എന്റെ ചോദ്യം, മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശിർക്കിന്റെ പ്രചാരകനാണോ? ശിർക്കാണ് നിങ്ങൾ പറഞ്ഞല്ലോ. എന്നാൽ എന്റെ അടുത്ത ചോദ്യം, ശിർക്കിന്റെ പ്രചാരകനാണോ ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി? ആ ഹദീസ് നിങ്ങൾ പഠിക്കണം. എല്ലാ മുജാഹിദും പഠിക്കണം. ഓരോ സംവാദത്തിൽ നിങ്ങൾ ഓരോന്ന് പഠിപ്പിക്കും. അതിന് വേണ്ടിയാണ് ഈ സംവാദം തന്നെ. ഇനിയും വരാനുണ്ട്. നിങ്ങൾക്ക് ഒന്നാമത്തത് സാമ്പിളിന് പിടിച്ചോ. ഇമാമിങ്ങൾ ഗ്രന്ഥങ്ങളിൽ കുഫറും ശിർക്കും പറയുന്നവരല്ലല്ലോ. അത് നിങ്ങൾക്ക് ആ ബോധം വേണം. അത് നിങ്ങൾ നന്നായി മനസ്സിലാക്കുക. ഗ്രന്ഥം ഞാൻ പറഞ്ഞു, ഹദീസ് വായിച്ചു. അപ്പൊ റസൂലുള്ളാഹി ശിർക്ക്
ശിർക്കിന്റെ പ്രചാരകനാണോ എന്ന് നിങ്ങൾ കൃത്യമായി ഉത്തരം പറയണം. ആ ഉത്തരമാണ് ഞങ്ങൾക്ക് ആവശ്യം. അതുകൂടി പറഞ്ഞാൽ ഈ മുജാഹിദ് പ്രസ്ഥാനം കെട്ടിയുണ്ടാക്കിയ നിർവചനം അത് പൊളിഞ്ഞ് തരിപ്പണമായി പോകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ഈ നേരത്തെയുള്ള സെഷനിൽ പൊളിഞ്ഞ പോലെ ഈ ഹദീസ് ഞങ്ങൾ വ്യക്തമായി പറഞ്ഞതോടെ നിങ്ങളുടെ മനക്കോട്ടകൾ തകർന്നുപോയി, നിങ്ങളുടെ നിർവചനം തകർന്നുപോയി. ഇപ്പൊ വിചാരിച്ചത് വേറെ ഏതോ ഹദീസാണെന്നാണ്, അതൊക്കെ നോക്കിണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ടൊന്നും കാര്യമില്ല. ഞങ്ങൾ പറയുന്നത് ഈ ഹദീസാണ്, താരീഖ് ഇബ്നു അസാക്കിറിന്റെ ഹദീസാണ്. ആ ഹദീസ് അത് വളരെ പ്രധാനമാണ്. അതിൽ ശിർക്കില്ലല്ലോ, ശിർക്ക് പറയുന്ന ഗ്രന്ഥമല്ലല്ലോ. ഏതായാലും തെളിവ് പറഞ്ഞല്ലോ. പക്ഷെ പറഞ്ഞ തെളിവ് എന്തിനാ പറയേണ്ടത് എന്ന് മുസ്ലിയാരോട് മറന്നുപോയി. എന്തിനാ തെളിവ് പറയേണ്ടത്? മുജാഹിദികൾ പറഞ്ഞ നിർവചനം തെറ്റാണ് എന്നതിനല്ലേ? അതിനാദ്യം തെളിയിക്കേണ്ടത് ഇതിൽ ഇസ്തിഗാസ പ്രാർത്ഥനയുണ്ട് എന്നാണ്. അതാരാ പറഞ്ഞത്? ആരാ പറഞ്ഞത്? ഇബ്നു അസാക്കിർ തന്റെ താരീഖിൽ ലൈൻ ഖാമ അലാ ഖബരി ഫഖാല യാ മുഹമ്മദ് ലൗ ജീബന്നഹു എന്ന് പറഞ്ഞ വാക്യം, ഹദീസ് എന്ന പദം ഞാൻ അതിന് പ്രയോഗിക്കുന്നില്ല. ഈ വാക്യം പറഞ്ഞുകൊണ്ട് ഇത് മരണപ്പെട്ടു പോയ നബി, വഫാത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇസ്തിഗാസ നടത്താനുള്ള തെളിവാണെന്ന് ആര് പറഞ്ഞു എന്ന് പറയേണ്ടതല്ലേ? അങ്ങനെ ഒരു വാക്യം എവിടെയെങ്കിലും കാണുമ്പോഴേക്ക് അത് പ്രമാണമാണ് എന്ന് വിചാരിച്ചതാണ് ധാരണക്കുറവ്. ഞാൻ വളരെ വിനയത്തോടെ പറയട്ടെ, നമ്മുടെ വ്യവസ്ഥ ഒന്ന് വായിക്കണം. സ്വഹീഹായ ഹദീസ് എന്നാണ്. എവിടെയെങ്കിലുമുള്ള വാക്യം ഉദ്ധരിക്കലല്ല, സ്വഹീഹായ ഹദീസാണ്. ആ ഹദീസ് ഉദ്ധരിക്കുന്നുവെങ്കിൽ ഞാൻ വെല്ലുവിളിക്കുന്നു, അതിലുള്ള സനദുകൾ വായിച്ച് ഓരോരുത്തരും സ്വീകാര്യരാണെന്ന് തെളിയിക്കണം. രണ്ടാമതായി ഒന്നാമത് തെളിയിക്കേണ്ടതോ ഇത് ഇസ്തിഗാസക്ക് തെളിവാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് തെളിയിക്കണം. അത് രണ്ടും തെളിയിക്കാത്തത് കൊണ്ട് തന്നെ ഇത് ഈ വാദത്തിന് തെളിവല്ല. അതുകൊണ്ട് തന്നെ ചോദ്യത്തിന് മറുപടി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശിർക്ക് പ്രചരിപ്പിക്കുന്ന ആളല്ല. പ്രമാണങ്ങൾ: ഒന്ന് ഖുർആൻ, രണ്ട് സഹീഹായ ഹദീസ്. ഈ രണ്ട് പ്രമാണങ്ങളുടെ പരിധിയിൽ ഇത് വരുന്നതാണെന്ന് ബോധ്യപ്പെടുത്തണം. എങ്കിലേ മറുപടി പറയേണ്ടതുള്ളൂ. നിങ്ങൾ എന്തെങ്കിലും വായിച്ചാൽ അതിന് മറുപടി പറയേണ്ട ബാധ്യത ഞങ്ങൾക്കില്ല. പ്രമാണങ്ങളായി രേഖപ്പെടുത്തിയ കാര്യങ്ങൾ അവയുടെ പിൻബലത്തോടുകൂടി വായിക്കാൻ കഴിഞ്ഞാൽ അപ്പോൾ ഞങ്ങൾ മറുപടി പറയാം. ഈ വാക്യത്തിന് ന്യൂനതകളുണ്ട്. ഹദീസ് വിധാനശാസ്ത്രപ്രകാരം രണ്ട് ന്യൂനതകൾ എടുത്തു പറയാൻ കഴിയുന്നത് തന്നെയുണ്ട്. വേറെയും നമുക്ക് വിശദീകരിക്കാം. അതുകൊണ്ട് ഒന്നാമതായി തെളിയിക്കേണ്ടത് അതാണ്. അത് തെളിയിച്ചിട്ടില്ല. എന്ത്? ഇതിൽ ഇസ്തിഗാസയുണ്ടെന്ന്. രണ്ടാമത് ഈ ഹദീസ് സ്വഹീഹാണെന്ന് തെളിയിക്കേണ്ടതുണ്ട്. അതും തെളിയിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ രണ്ട് വസ്തുതകളും തെളിയിക്കപ്പെടാത്ത കാലത്തോളം ചോദ്യത്തിന് പ്രസക്തിയില്ല. എങ്കിലും പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ ശിർക്ക് പ്രചരിപ്പിക്കുന്ന ആളല്ല, തൗഹീദ് പഠിപ്പിക്കുന്ന ആളാണ്. ഹിമാലയൻ നുണയാണ് മൗലവി പൊട്ടിച്ചിരിക്കുന്നത്. ഏറ്റവും വലിയ നുണ അതിവിടെ തെളിയിച്ചിട്ടാണ് ബാക്കി കാര്യം. നിങ്ങളെ കഴുത്തിൽ കൊടുക്കാത്തല്ലയാണ് ഞാനത് വായിച്ചത്. രണ്ട് ന്യൂനതകൾ ഹദീസിനുണ്ടല്ലേ? ആൺകുട്ടികളുണ്ടോ നിങ്ങളുടെ കൂട്ടത്തിൽ? ആ ഹദീസിനൊരു ന്യൂനത തെളിയിക്കാൻ, അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ആരാണ് നിങ്ങൾക്കത് ന്യൂനത ഉണ്ട് ഇത് പഠിപ്പിച്ചതെന്ന് തെളിയിക്ക്. എന്റെ മൂന്നാമത്തെ ചോദ്യം അതാണ്. ഈ ഹദീസിൽ രണ്ട് ന്യൂനതകളുണ്ടെന്ന് ഹനീഫ മൗലവി, എന്താണ് ഈ ഹദീസിന്റെ ന്യൂനത? താരീഖ് ഇബ്നു അസാക്കിർ അവിടുത്തെ കിതാബിൽ ഉദ്ധരിച്ച ഈ ഹദീസിന്റെ രണ്ട് ന്യൂനതകൾ ഏതൊക്കെയാണ്? നിങ്ങൾ കൃത്യമായി പറയണം. ഞങ്ങൾ അതിന് തന്നെയാണ് അത് ഉദ്ധരിച്ചത്. കറക്റ്റ് ആയിട്ടുണ്ട്. എന്താ സംഭവം എന്നറിയാം നിങ്ങൾക്ക്? ഇവർക്ക് ഇങ്ങനെ ഒരു പണി. അതായത് ഇവർക്ക് പറ്റാത്ത ഹദീസാണെങ്കിൽ ദഈഫാന്ന് പറയും. എല്ലാവർക്കും അറിയാലോ. സാധാരണക്കാരനായ മുജാഹിദ് പോലും പഠിച്ചു വെച്ചൊരു കാര്യമാണ്. ഒരു കാര്യം അവർക്ക് അനുയോജ്യമാണെന്ന് കണ്ടാൽ അത് സ്വഹീഹാണ്, അനുയോജ്യമല്ലെന്ന് കണ്ടാൽ അത് മറൂലയാണ്, ന്യൂനതകളുണ്ട്, ദഈഫാണ്.
അതങ്ങനെയാണല്ലോ ബുഖാരിയിലും മുസ്ലിമിലൊക്കെ ഒഴിവാക്കിയത് ചില കൂട്ടർ. ഞാനിപ്പോ അത് പറയുന്നില്ല, ഇരിക്കട്ടെ. പറഞ്ഞിട്ടുണ്ട് പോലും ആ 2 ബുഖാരി എന്ന കിതാബിന്റെ 2 ചട്ടക്കുള്ളിലുള്ളത് മുഴുവനൊന്നും ഞങ്ങൾ സ്വീകരിക്കുന്നു പറഞ്ഞിട്ടില്ല. ശരി തന്നെയാണ്. സഹീഹ് ബുഖാരി വിമർശനങ്ങൾക്ക് അതീതമാണെന്നോ, ഇമാം ബുഖാരി മഅസൂമാണെന്നോ, ആ 2 ചട്ടക്കുള്ളിലുള്ളതെല്ലാം സത്യസമ്പൂർണ്ണമാണെന്നോ ആർക്കും ഇവിടെ വാദമില്ല. ഹനീഫയോട് എന്റെ അടുത്ത ചോദ്യം, ഈ ഹദീസിൽ 2 ന്യൂനതകൾ ഉണ്ടെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? നിങ്ങളെ കൂട്ടത്തിൽ ആൺകുട്ടികളുണ്ടെങ്കിൽ സൂചിപ്പിക്കട്ടെ ന്യൂനത. നിങ്ങൾ താരീഖ് വ്യാസാക്കിയത് വായിച്ചപ്പോ അത് ഒരു ചരിത്ര കിതാബിലെ ഹദീസാണെന്ന് മനസ്സിലാക്കി പോയല്ലേ? നിങ്ങളെ കുടുക്കാലാണത് വായിച്ചത് മനസ്സിലാക്കണോ? ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ ഞങ്ങളത് വരിക്ക് വായിച്ചു തരും, സനദും വായിക്കും, സ്വഹീഹാണെന്ന് പറഞ്ഞതും വായിക്കും. നിങ്ങളെ കൊടുക്കാൻ തന്നെയാണ് അങ്ങനെ ചോദിച്ചത്. 2 ന്യൂനതകളുണ്ട്, ഈ സദസ്സതിന് സാക്ഷിയാണ്. 2 ന്യൂനതകളുണ്ടല്ലേ, തെളിയിക്കുന്നത്. 3ാമത്തെ ചോദ്യം അതാണ്. അല്ലാഹുവിന്റെ റസൂല് ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞല്ലോ, എല്ലാം മനസ്സിലാക്കിയ മുഹമ്മദുർ റസൂലുള്ളാഹി, എല്ലാം പഠിച്ച റസൂലുള്ളാഹി, എല്ലാ ആയത്തും പഠിച്ച റസൂലുള്ളയാണ് പറഞ്ഞത്. എന്റെ ഖബറിന്റെ സമീപത്ത് ലഇൻ ഖാമ അലാ ഖബരി ഫഖാല യാ മുഹമ്മദ് ലഉജീബന്നഹു മുഹമ്മദുർ റസൂലുള്ളാഹി. ഈ ഹദീസിന് ന്യൂനതകളുണ്ട് എന്ന് തെളിയിക്കാൻ ഭൂമിലോകത്ത് ജിന്നുകളടക്കമുള്ള സകല മൗലവിമാരെയും വെല്ലുവിളിക്കുന്നു. ഇപ്പോഴാണ് ചർച്ചയായത്. നിങ്ങൾ ഈ വിഷയത്തിലേക്ക് ഇങ്ങ് വരി. ഹദീസിന് ന്യൂനത ഉണ്ടല്ലേ, തെളിയിക്കണം. നിങ്ങൾ പറയും, ആരാണ് പറഞ്ഞത്? അതെ 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 ഒക്കെ പറയാം. അത് സുഹദാക്കും, നിങ്ങൾക്ക് ആവശ്യം എല്ലാവരും വിളിച്ചോളൂ, ഒരു കുഴപ്പമില്ല. ഹദീസിൽ ന്യൂനതയുണ്ടെങ്കിൽ എന്താണ് ഹദീസിന്റെ, എന്താണ് ആ ന്യൂനത? അത് നിങ്ങളൊന്ന് പറയണം. അതിന്റെ സനദ് വേണോ? ഞങ്ങൾ വായിച്ചു തരാം. അത് ഏതൊക്കെ കിതാബിൽ സ്വഹീഹാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ വായിക്കാം. ഹദീസിന്റെ ചോദ്യം വരട്ടെ, വായിക്കും. നിങ്ങൾ ഇപ്പോൾ പറഞ്ഞല്ലോ ന്യൂനതകളുണ്ട്, ഇത് നിങ്ങളുടെ സ്ഥിരം സ്വഭാവമാണ്. നിങ്ങൾക്ക് പറ്റാത്ത ഹദീസിൽ ന്യൂനത, നിങ്ങൾക്ക് പറ്റാത്ത ഹദീസ് ദഈഫ്. ജനങ്ങൾ പഠിക്കട്ടെ, എല്ലാവരും പഠിക്കട്ടെ. ഇത് മൗലവിമാരുടെ സ്വഭാവമാണ്. എന്ത്? അവർക്ക് പറ്റാത്ത ഹദീസ് ദഈഫാണ്, ന്യൂനതയുണ്ട് എന്ന് പറയുക. ആൺകുട്ടിയാണെങ്കിൽ നിങ്ങൾ വായിക്കണം. ഹനീഫ മൗലവിയോടാണ് പറയുന്നത്. മൂപ്പര് പറയാ, സംവാദത്തിന്റെ പുറത്തു പോയിട്ട് ഉത്തരം പറഞ്ഞിട്ടില്ല എന്ന് പറയണ്ട, ഞങ്ങൾ അകത്ത് വെച്ച് തന്നെയാണ് പറയുന്നത്. ഉത്തരവാണ് കിട്ടേണ്ടത്. ഈ ഹദീസ് ന്യൂനതകൾ ഉണ്ടെന്നല്ലേ നിങ്ങളുടെ വാദം? ഏത് ഹദീസിന്റെ ഏത് റാവിക്കാണ് കുഴപ്പമുള്ളത്? ആരാണ് ഇതിന് ന്യൂനതയുണ്ടെന്ന് പറഞ്ഞത്? നിങ്ങൾ തെളിയിക്കണം. ഇൻഷാ അല്ലാഹ് അതിന്റെ സനദിലെ ഓരോ വ്യക്തികളെയും അവ്യക്തമായി ഞങ്ങൾ തെളിയിക്കും. നിങ്ങൾ ചോദിച്ചോ? ഞങ്ങളൊക്കെ ഒരുങ്ങിയിട്ട് തന്നെ വന്നത്. താരീഖ് വ്യാസാക്കുന്നത് കേട്ടപ്പോൾ നിങ്ങൾ പറയും ഞങ്ങൾക്കറിയാം, അതിനെന്നെ ഉദ്ധരിച്ചത്. നിങ്ങൾക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. എന്ത്? ഹദീസ് കേൾക്കുമ്പോഴേക്ക് ചിറിയോടങ്ങിയിട്ട് വഴിപാട്. അത് പിടിക്കണം, ജനങ്ങൾ പഠിക്കണം. പ്രമാണങ്ങളെ മുജാഹിദുകൾ എങ്ങനെ നിഷ്ഫലമാക്കുന്നു എന്ന് സമൂഹം പഠിക്കട്ടെ. ഇനി എന്റെ മൗലവിയോട് പറയാനുള്ളത് വളരെ വിനയത്തോടെ പറയുന്നു. 7 മിനിറ്റ് ഉണ്ടല്ലോ, വിശാലമായ സമയമുണ്ടല്ലോ. നിങ്ങൾ തെളിയിക്ക്. എന്ത് തെളിയിക്ക്? അത് അപ്പുറത്തുള്ള മൗലവി പറ്റിച്ചതാണ് എനിക്ക് തോന്നുന്നത്. വയസ്സായ മൗലവി ഉണ്ടല്ലോ, അതിന് ന്യൂനത ഉണ്ട് എന്നങ്ങ് പറഞ്ഞാൽ താരീഖ് വ്യാസാക്കറല്ലേ, അതിന് ന്യൂനതൊക്കെ ഉണ്ടാവുമല്ലോ എന്ന് ചിന്തിച്ചതാണ്. പോയി പാവങ്ങൾ. ഞാൻ ആ ഇര ഒന്നുകൂടി അയച്ചിട്ട് കൊടുത്തതാ. മീൻ പിടിക്കുമ്പോൾ കണ്ടിട്ട് നിങ്ങൾ ഇര ഒന്നുകൂടി അയച്ചിട്ട് കൊടുക്കുന്നത് നല്ലോണം പിടിക്കാനാണ്. പിടിച്ചാ ഒറ്റ വലിയ, ആ വലിയാണ് വലിച്ചിരിക്കുന്നത്. മുജാഹിദ് പ്രസ്ഥാനമേ, നിങ്ങളെ വാക്ക് കളവാണ്, കളവാണ്, കളവാണ്. ഇല്ലെങ്കിൽ തെളിയിക്കൂ. ഈ ഹദീസിന്റെ 2 ന്യൂനതകൾ ഏത്? ഒന്ന് തെളിയിച്ചാൽ പോരെ, 2 ന്യൂനതകൾ തെളിയിക്കണം. എന്റെ 3ാമത്തെ ചോദ്യം അതാണ്. എന്താണ് ചോദ്യം? മനസ്സിലാക്കിക്കോളൂ. ലഇൻ ഖാമ അലാ ഖബരി ഫഖാല യാ മുഹമ്മദ് ലഉജീബന്നഹു. ഈ ഹദീസ് എന്റെ ഖബറിന്റെ സമീപത്ത് വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ഞാൻ പറഞ്ഞില്ലേ ന്യൂനതയുണ്ടെന്ന്? ഞാൻ വെറുതെ പറഞ്ഞതല്ല. ഏതൊക്കെ സനദുകളിലൂടെ ഇത് വന്നിട്ടുണ്ട്, ഏതൊക്കെ കിതാബുകളിൽ ഇത് വന്നിട്ടുണ്ട്, ആ സനദുകളും അതിന്റെ മത്നുകളും, വ്യത്യസ്തമായി വന്ന സനദുകളും വ്യത്യസ്തമായി വന്ന മത്നുകളും നിങ്ങൾ വായിക്കുക. അത് നിങ്ങൾ വായിച്ചാൽ അപ്പോൾ അതിന്റെ ന്യൂനത പറഞ്ഞു തരാം. ഒറ്റ വാക്കിനൊരു ലേഖനം എഴുതിയിട്ടുണ്ട്. വ്യത്യസ്തമായ സനദ് വായിക്കണം. സലാം സുല്ലം ഇതിൽ പറഞ്ഞു, ഇതുവരെ മൂക്ക് താഴോട്ടായ ഒരാളും അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്നെ പറയിപ്പിച്ചു, എന്റെ ശിഷ്യനായി പോയല്ലോ എന്നാ.
ഇയാളെ ശിഷ്യനാണ് കായക്കൊടി. അപ്പോ ഇങ്ങനൊക്കെ പറഞ്ഞാലോ, അങ്ങനെയാണെങ്കിൽ സ്വഹീഹുൽ ബുഖാരിയിൽ എത്ര ഹദീസ് തെറ്റാണെന്ന് പറയേണ്ടി വരും? ഒരു പരമ്പര പോരെ സ്വഹീഹാവാൻ? അത് പോരെ? ആർക്കാതെ അറിയാത്തത്? സലാം സുല്ലമി വളരെ വ്യക്തമായി തന്നെ ശബാബിൽ ഹദീസ് നിഷേധവും ആലുവ സംവാദവും എന്ന് പറഞ്ഞ് ഇതിലെഴുതിയിട്ടുണ്ട്. ഞാൻ വായിക്കുന്നില്ല. പിന്നെയാണ് പൂനൂര്, നമ്മുടെ ബാലുശ്ശേരി പൂനൂരിൽ ഒരു വാദപ്രതിവാദത്തിന് വ്യവസ്ഥ എഴുതി ആലുവയ്ക്ക് ശേഷം. അപ്പൊ നമ്മൾ ഇയാൾ പറഞ്ഞു പ്രമാണങ്ങൾ ഒന്ന് ഖുർആൻ ഒന്ന് ഹദീസ്, അവിടെ പിടിച്ചു. വ്യവസ്ഥ ഇതാണ്, കായക്കൊടിയുണ്ട്, കുന്നത്തേരി സംവാദത്തിന് ശേഷമാണ്. അപ്പൊ പ്രമാണങ്ങൾ ഇങ്ങനെ എഴുതുമ്പോൾ ഇയാൾ ഇങ്ങനെ ഹദീസ് എന്നങ്ങ് എഴുതി. ഒറ്റ ചോദ്യം, ഹദീസ് അവിടെ ഒന്നുകൂടി പറയാണ്ട്, ഈ ഹദീസ് സ്വഹീഹാവാൻ എത്ര പരമ്പര സ്വഹീഹാവണം എന്ന് ചോദിച്ചു. അല്ല, അങ്ങനെ ഒരു ചോദ്യം അവിടെ വരണല്ലോ. ഇയാൾ പറഞ്ഞു ഒറ്റ പരമ്പര സ്വഹീഹായ മതി. അത് മതിയോ? എന്നാ പിന്നെ വ്യത്യസ്തമായ പരമ്പര വായിക്കണമെന്ന് അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. വേറൊരു കളവ്, അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. 183 കാണിച്ചു കൊടുക്ക്. അതാ ബാലുശ്ശേരിയിൽ നടന്ന വ്യവസ്ഥ. നമ്മളെ ബാലുശ്ശേരിനെ പിന്നെ അതിന്റെ ശേഷം കണ്ടിട്ടില്ല. വേറെ നിർവചനം വേണോ എനിക്ക് സംശയമുണ്ട്. എല്ലാ പരമ്പരയും സ്വഹിയാവും, അത് ഒരു പരമ്പര മാത്രം സ്വഹിയായാൽ മതിയോ എന്നൊരു ചർച്ച അവിടെ ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. അതിനാദ്യം ഉദ്ധരിക്കുന്ന ഹദീസ് ഏതാണെന്ന് ആലോചിക്കണം. അല്ല, ഏതായാലും ഒരു പരമ്പര സനതെല്ലാം കൂടി പറയാനുള്ള അത്ര ഉള്ളൂ. ഉറപ്പല്ലേ? വായിക്കാൻ ധൈര്യം കാണിക്കണം ആദ്യം. അതെ, ഹദീസ് വായിക്കാൻ സനതും വായിക്കാം. പക്ഷെ ഒറ്റ സനത് എല്ലാ വ്യത്യസ്ത സനതും വായിക്കണവരും പറഞ്ഞില്ല. വ്യത്യസ്ത സനത് വായിക്കണമെന്ന് പറയാം. വ്യത്യസ്തമായ സനതുകൾ പൂർണ്ണമായി വായിക്കുക. ഇതല്ലേ മോനെ പറഞ്ഞത്? അവിടെ വന്നിട്ട് ഞങ്ങളങ്ങനെ പറഞ്ഞിട്ടേയില്ല. ഇതുപോലെയാണ് വഫീലത്താനിയിലെത്തിയത്. അപ്പയെ കളവേ പറഞ്ഞു ഈ വിഭാഗം. അബദ്ധമായ മത്തിനുകൾ അത് വായിക്കുക, പൂർണ്ണമായി വായിക്കുക, പൂർണ്ണമായി വായിക്കുക. അപ്പോൾ നമുക്ക് ചർച്ച ചെയ്യാം ആരാണ് ന്യൂനതയുള്ള ആളുകൾ, എന്താണ് അതിന്റെ ന്യൂനത, എന്താണ് ആ ഹദീസിന്റെ പൂർണ്ണ രൂപം, എന്താണ് അതിന്റെ ബാക്കിയുള്ളത് എന്നൊക്കെ നമുക്കപ്പോൾ കേൾക്കാം. നമുക്ക് 7 മിനിറ്റ് ഉണ്ടായിട്ട് പറഞ്ഞോ ആർക്കാ ന്യൂനത? ഹദീസിനാണോ ന്യൂനത? ഹദീസിന്റെ സനദിലുള്ള ഏത് റാവിക്കാണ് ന്യൂനത? പറയണം, നിങ്ങൾ പറയണം. ഇനി കണ്ടോ നിങ്ങള് മജ്മുഅ ഇത് വരട്ടെ, നിങ്ങളുടെ ന്യൂനത ഞങ്ങൾ കാണിച്ചു തരാം. ബഹുമാനപ്പെട്ട ഹാഫിദുൽ ഹൈസമി ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, റിജാലുഹു റിജാലുസ് സ്വഹീഹ്. ഇതിന്റെ പരമ്പര വളരെ സ്വീകാര്യോഗ്യമായ സ്വഹീഹുൽ ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലുള്ള ആളുകളുടെ പരമ്പര കൊണ്ട് സ്ഥിരപ്പെട്ട ഹദീസാണ്. ന്യൂനതയല്ലേ? കാരണം ഞങ്ങൾക്ക് നിങ്ങൾ ന്യൂനത ഉന്നരിക്ക്. മജ്മുഅ ഇത് കയ്യിൽ പിടിച്ചിട്ടാണ് പറയുന്നത്. ഇതിന്റെ 211 പേജ് 8 വാള്യം. ഈ ഹദീസ് സ്വീകാര്യോഗ്യമാണെന്ന് അല്ലാമ ഹാഫിദുൽ ഹൈസമി. ന്യൂനതകളൊന്ന് പറയും. ഹൈസമിക്ക് തിരിയാത്ത ന്യൂനതകളൊന്ന് പറയൂ മുജാഹിദുകളെ. നിങ്ങളെ വെള്ളം കുടിപ്പിച്ചേ വിടൂ. നിങ്ങളെന്തിനാ പറഞ്ഞത് ന്യൂനത ഉണ്ട്? ഞങ്ങൾ തെളിയിക്കാൻ നീന്നല്ലോ. മൂപ്പര് പറയും സനത് നിങ്ങൾ വായിക്കി, മത്തി നിങ്ങൾ വായിക്കി, ഞങ്ങൾ പറഞ്ഞുതരാം. എന്നാ പിന്നെ ആദ്യം അത് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. നിങ്ങളെന്തിനാണ് 2 ന്യൂനത ഉണ്ട് എന്ന് പറഞ്ഞത്? പച്ചക്കളവല്ലേ അത്? പച്ചക്കളവ്. ഹദീസിന് 2 ന്യൂനതയുണ്ട് എന്ന് ആലുവ സംവാദത്തിൽ വന്ന് പച്ചക്കള്ളം. കദ്ദാബൂന അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. അല്ലെങ്കിൽ തെളിയിക്കൂ ഈ സനദിലെ, ഈ ഹദീസിന്റെ സനദിലെ ഓരോന്നോരോന്ന് പറയാ. ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ ആരാ പറഞ്ഞു എന്നല്ലേ ഞങ്ങൾ കാണിച്ചു തരാം. ഞാൻ ഓരോന്നോരോന്ന് പറയാ. ഹദീസിന്റെ സനദിൽ 2 ന്യൂനതകൾ ഉണ്ട് എന്നല്ലേ പറഞ്ഞത്? അത് തെളിയിക്ക്. അത് തെളിയിച്ചിട്ട് ഞങ്ങൾ പറയാം. ഏറ്റവും വലിയ പണ്ഡിതനായ മുഹമ്മദുർ റസൂലുള്ളാഹി. ഒരു പണ്ഡിതൻ വേണോ? അല്ലാഹുവിന്റെ റസൂലാ പറയുന്നത്, എന്റെ ഖബറിന്റെ സമീപത്ത് വന്ന് എന്നെ വിളിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. എന്നിട്ട് പറയാ നിങ്ങൾ വ്യവസ്ഥ ഒന്നുകൂടി വായിക്കണം. പ്രമാണങ്ങൾ ഖുർആൻ, സ്വഹീഹായ ഹദീസ്, അല്ലെ ഇജ്മാ, ഖിയാസ്. അങ്ങനെ ഉണ്ടോ? സ്വഹീഹായ ഹദീസ് പറഞ്ഞാൽ പിന്നെ ഒരു പണ്ഡിതന്റെ വാക്ക് കൂടി വേണം. എവിടെ വ്യവസ്ഥയിലുള്ളത്? അത് ഞങ്ങൾ തെളിയിച്ചു തരാം, ഓരോന്നും പറഞ്ഞു തരാം.
പക്ഷേ 2 ന്യൂനതകളുണ്ട് എന്ന പൊട്ടപ്പോയത്വം. സക്കറിയാ സലാഹിയുടെ ഭാഷയിൽ പറഞ്ഞാൽ പൊട്ടന്മാരെ എന്ന് വിളിക്കേണ്ട സ്ഥലമാണ്, പക്ഷെ ഞാനത് വിളിക്കുന്നില്ല. കാരണം എന്തുകൊണ്ട്? ഞങ്ങൾ അല്പമല്ല, ഫുള്ളായിട്ട് മാന്യതയുള്ള ആളുകളാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ വിളിക്കാത്തത്. തീർച്ചയായും ഞങ്ങൾ പറയുന്നു, നിങ്ങൾക്ക് ഓരോന്നും നിങ്ങൾ തെളിവുണ്ടാക്കാൻ ഇടങ്ങാറാവും. കാരണം വാദം എങ്ങനെയാണ്? ബാലേട്ടനാണ് യഥാർത്ഥ മുസ്ലിം, ബാലുശ്ശേരി പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അതിന് ഇടങ്ങാറന്നെ. ഞങ്ങൾ തെളിവുള്ളതേ പറയൂ, അത് എവിടെ നിന്ന് ഉദ്ധരിച്ചാലും ശരി. അതിനാണ് താരീഖു ദിമസ്ക് ആദ്യം ഉദ്ധരിച്ചത്. നിങ്ങളെ കൊണ്ട് അതിൽ ന്യൂനത ഉണ്ട് ഇത് പറയിപ്പിക്കാനാണ്. അങ്ങനെ നിങ്ങൾ പറഞ്ഞു. മഹാനായ ഹാഫിദ് അവിടുത്തെ കിതാബിൽ പറഞ്ഞു, ഇതിന്റെ മുഴുവൻ റാവികളും സ്വഹീഹുൽ ബുഖാരിയുടെയും സ്വഹീഹ് മുസ്ലിമിന്റെയും റാവികളാണ്, നിങ്ങൾക്ക് തള്ളാൻ കഴിയില്ല. പിന്നെ മൂപ്പര് പറഞ്ഞത് എന്താ? ഖുർആനിന്റെ. അപ്പൊ ചോദ്യം അതന്നെ കേട്ടോ, ചോദ്യം ആവർത്തിക്കാൻ. ന്യൂനത പറഞ്ഞില്ല. ന്യൂനതകൾ എന്താണ്? ഈ ഹദീസിന്റെ സനദിന്റെ ന്യൂനതകൾ എന്താണ്? അത് നിങ്ങൾ പറയണം. പിന്നെ മൂപ്പര് ഖുർആനിനെതിരാ ഹദീസോ റസൂലുള്ളാഹിക്ക് തിരിയാത്ത ഖുർആനോ? അവിടെയാണ് ഞാൻ സക്കറിയാ സലാഹിയുടെ പുസ്തകം വായിക്കുന്നത്. അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ വിശ്വാസം. എന്താ സക്കറിയാ സലാഹി പറഞ്ഞത്? ആരെങ്കിലും ഖുർആനിലോ സുന്നത്തിലോ വൈരുദ്ധ്യമുണ്ടെന്ന് വാദിച്ചാൽ, അതല്ലെങ്കിൽ ഖുർആനും സുന്നത്തും പരസ്പര വിരുദ്ധമാണെന്ന് വാദിച്ചാൽ, അതവന്റെ ദുഷിച്ച ചിന്തയും മനസ്സിന്റെ വക്രതയും മൂലമാണ്. സക്കറിയാ സലാഹിയാണ് പറയുന്നത്. അതിനാൽ അവൻ അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുകയും തന്റെ വഴികേടിൽ നിന്ന് വിട്ടു നിൽക്കുകയും ചെയ്യട്ടെ. നല്ല ഉപദേശമാണ്, അതുകൊണ്ട് സ്വീകരിച്ചോളൂ. ന്യൂനത എവിടെ? ന്യൂനത എവിടെ? ഞങ്ങളുടെ നേതാവിന്റെ വാക്കിനെ നിങ്ങൾ ന്യൂനതയുള്ള വാക്കുകളാക്കുകയോ? സമ്മതിക്കില്ല. എവിടെയാണ് അതിന്റെ ന്യൂനത? സമൂഹത്തിന് പറഞ്ഞു കൊടുക്കൂ. ഏത് റാവിക്കാണ് കുഴപ്പമുള്ളത്? നിങ്ങൾ എന്തിനാണ് കളവ് പറഞ്ഞത്? നിങ്ങൾ അന്ന് പിടിച്ചതല്ലേ? ഔദു ബികലിമാത്തില്ലാഹി തെളിവല്ല എന്ന് പറഞ്ഞു പിടികൂടിയതല്ലേ? ഇവിടെ വന്നിട്ട് വീണ്ടും പറഞ്ഞില്ലേ ന്യൂനതകളുണ്ട്? എവിടെയാണ് ന്യൂനത? എന്നിട്ട് പറയാ നിങ്ങൾ വായിക്ക്, ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ പിന്നെ ആദ്യം ന്യൂനത ഉണ്ട് എന്ന് പറഞ്ഞു. ന്യൂനത ഉണ്ട് എന്ന് പറയുമ്പോ ശ്രദ്ധിക്കണ്ടേ? ചോദ്യം വരും, ഇങ്ങോട്ട് ചോദിക്ക. ആ അവസരം കഴിഞ്ഞു, അപ്പൊ മേപ്പെട്ട് നോക്കിന്ന് എന്തൊക്കെയാ ചോദിച്ച്. ഇപ്പൊ നിങ്ങൾ തെളിയിക്കണം. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത വ്യവസ്ഥ ഇതാ, നിങ്ങളെ ഞങ്ങൾ പഠിപ്പിച്ചു തരാം. ചോദ്യം ചോദിക്കുമ്പോ എന്തെങ്കിലും ചോദിക്കും, ലോറുസ്കാരോ മക്കാമു ശിരിക്കോ എന്തെങ്കിലുമൊക്കെ ചോദിക്കും. എന്നിട്ട് ഇപ്പൊ ഞങ്ങളെ ചോദ്യത്തിന് മറുപടി പറയാതെ ന്യൂനത എവിടെയെന്ന് ചോദിച്ചാൽ നിങ്ങളാണ് പറഞ്ഞത്, അതുകൊണ്ട് നിങ്ങൾ ചോദിച്ചത്. ന്യൂനതയുണ്ട് നിങ്ങൾ പറഞ്ഞു, അതെവിടെ? ഈ ഹദീസിനെ കുറിച്ച് സ്വഹീഹായ ഹദീസാണെന്ന് ഹാഫിദുൽ ഹൈസമി മജ്മഉ സവായിദിൽ പറയുന്നു. ഇപ്പൊ സ്വഹീഹായ ഹദീസായല്ലോ. ഇബ്നു അസാക്കിർ മാത്രമല്ല അത് ഉദ്ധരിച്ചത്, ഇനിയും പറയാറുണ്ട്. ാണത് വിശദീകരിക്കേണ്ടത് എന്ന് പറഞ്ഞില്ല. പിന്നെ ന്യൂനതയുണ്ട് എന്ന് പറഞ്ഞില്ലേ എന്നാണ്. ന്യൂനതയുണ്ടെന്ന് ഞാൻ ഇപ്പോഴും പറയുന്നു. അതാ ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഇബ്നു അസാക്കിർ വിട്ട് മജ്മഉ സവായിദിലേക്ക് വന്നല്ലോ. ഇത് വന്ന സനദുകൾ നിങ്ങൾ വായിക്ക്. അത് വന്ന ഒരു സനദിലും ന്യൂനതയില്ല എന്ന് പറഞ്ഞ് വായിക്കാൻ നിങ്ങൾക്ക് കഴിയണം. അപ്പൊ ഞങ്ങൾ തെളിയിക്കും ഏതാണ് ന്യൂനത, എന്താണ് ന്യൂനത. ഞാൻ അപ്പോഴും പറഞ്ഞു, നിങ്ങൾ വായിക്കാത്ത സനദുണ്ടെങ്കിൽ നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട് വന്ന സനദുകൾ അത് മുഴുവൻ വായിച്ച് അതിലൊന്നും ന്യൂനതയില്ല എന്ന് നിങ്ങൾ തെളിയിച്ചാൽ, ന്യൂനതയുണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞ സനദ് ഏതാണെന്ന് ഞങ്ങൾ തെളിയിക്കും. ഒന്ന്. രണ്ടാമത്തേത്, മത്നുകൾ വായിക്കണം. അത് വ്യത്യസ്തമായ സനദുകളിലൂടെ വന്ന മത്നുകൾ പൂർണ്ണമായി വായിക്കണം. ഞാൻ പറഞ്ഞു, എന്തേ വായിക്കാത്തത്? സനദ് അപ്പൊ ചോദിക്കേണ്ട ബാധ്യത ഞങ്ങൾക്കില്ല. ന്യൂനതയുണ്ടെന്ന് പറഞ്ഞത് ഞാൻ ഏറ്റെടുക്കുന്നു. അത് തെളിയിക്കാൻ ഞങ്ങൾ തയ്യാറാണ് ചോദിച്ചത്. നിങ്ങൾ പറഞ്ഞു കുടുങ്ങിയതല്ലേ? നിങ്ങളുടെ തനി സ്വഭാവം ജനങ്ങൾ കാണുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, ഈ സംവാദത്തിൽ വെച്ച് ജനങ്ങൾക്കത് കേൾപ്പിക്കാൻ കഴിഞ്ഞു. ഇപ്പൊ മൂപ്പര് ലാസ്റ്റ് പറഞ്ഞ എന്താ? സനദ് വായിച്ചാൽ ന്യൂനത പറയാം. എന്നാൽ കേട്ടോളൂ, അതും വായിക്കാൻ പോവുകയാണ്. നിങ്ങളെ വിടുന്നില്ല. ഇബ്നു അസാക്കിർ വിട്ടിട്ടില്ല. അതുമുണ്ട്, മജ്മഉ സവായിദുമുണ്ട്. കൂടുക. ഇനിയും കേട്ടോ. ഇതേതാണ് കിതാബ് എന്നറിയോ? മുസ്നദ് അബൂ യഅ്ല. ആരുടെ കിതാബാണ്? മഹാനായ ഇമാം അബൂ യഅ്ല, ഹിജ്റ 307 വഫാത്തായ മഹാൻ. ബഹുമാനപ്പെട്ടവരുടെ മുസ്നദാണ് എന്റെ കയ്യിൽ. ഇതിലിതാ ഈ ഹദീസ് 6553ാമത്തെ ഹദീസായി അതാ കൊണ്ടുവരുന്നു. എന്നിട്ട് പറയുന്നു, നിങ്ങളെന്താ പറഞ്ഞത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിക്കുന്ന ആൾ റസൂലുള്ളാഹിന്റെ ഖബറിന്റെ സമീപത്ത്
സമീപത്ത് വന്ന് ഉത്തരം ചെയ്യുമെന്ന് പറയില്ല എന്നല്ലേ? എന്ന് ഉത്തരം ചെയ്യും, ഉത്തരം കിട്ടുമെന്ന വിശ്വാസത്തിൽ വിളിക്കുകയില്ല, അത് ശിർക്കാണ് എന്നല്ലേ? നിങ്ങളെ വാദമാണ് പൊളിഞ്ഞിരിക്കുന്നത്. എന്താണ് കേട്ടോ? ഹദ്ദസനാ അഹ്മദ് ഇബ്നു ഈസ. എന്താണ് കുഴപ്പം? അഹ്മദ് ഇബ്നു ഈസക്ക് എന്താണ് കുഴപ്പം? ഹദ്ദസനാ ഇബ്നു വഹബ്, രണ്ടാമത്തെ ആൾ ഇബ്നു വഹബിന് എന്താണ് കുഴപ്പം? അബൂ സഹ്ർ, എന്താണ് അബൂ സഹ്റിന് കുഴപ്പം? അന്ന സഈദുൽ മഖ്ബുരി, എന്താണ് സഈദുൽ മഖ്ബുരിക്ക് കുഴപ്പം? അഖ്ബറഹു അന്നഹു സമിഅ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അപ്പൊ അബൂ ഹുറൈറ തങ്ങൾക്ക് കുഴപ്പമുണ്ടോ? നിങ്ങൾ പറയണം. രണ്ട് ന്യൂനതയില്ലേ? എവിടെ ന്യൂനത? രണ്ട് പോയിട്ട് ഒരു പൊട്ടെങ്കിലും തെളിയിക്കാൻ കഴിഞ്ഞോ നിങ്ങൾക്ക്? ഇനി മൗലവി പറയണം നിങ്ങളുടെ സനദിൽ കുഴപ്പമുണ്ട് എന്നല്ലേ? അഹ്മദ് ഇബ്നു ഈസക്ക് എന്താണ് കുഴപ്പം? ഇബ്നു വഹബിന് എന്താണ് കുഴപ്പം? അബൂ സഹ്റിന് എന്താണ് കുഴപ്പം? നിങ്ങൾ നോക്കൂ, ഇതൊക്കെ പഠിച്ച പണ്ഡിതന്മാരാണ്. റിജാലുഹു റജുലു സ്വഹീഹ് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് എന്താണ് സഈദുൽ മഖ്ബുരിക്ക് കുഴപ്പം? ഈ സനദിൽ ആർക്കാണ് പ്രശ്നം? ഇതാണ് പ്രാമാണികപരമായി നിങ്ങളെ മുട്ടുകുത്തിക്കുക എന്ന് പറയുന്നത്. നിങ്ങൾ ബേജാറായിട്ട് കാര്യമില്ല. നിങ്ങൾ മനസ്സിലാക്കി താരീഖ് ബിലാസാക്കർ വായിച്ചപ്പോ വളരെ സന്തോഷമായോ, ഇതേതോ ഒരു ചരിത്ര കിതാബ് അതികളെ കൊടുക്കാൻ വേണ്ടി തുടങ്ങി. നിങ്ങൾ ന്യൂനത ഉണ്ട് എന്ന് പറഞ്ഞു, തെളിയിക്കാൻ കഴിഞ്ഞോ? ഇവ പറഞ്ഞു സനദ് വായിച്ചാൽ, സനദ് ഞാൻ വായിച്ചു തന്നു. ഹദ്ദസനാ അഹ്മദ് ഇബ്നു ഈസ ഹദ്ദസനാ ഇബ്നു വഹബ് അൻ അബീ സഹ്ർ അന്ന സഈദുൽ മഖ്ബുരി റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞിട്ട് അന്നഹു സമിഅ അബൂ ഹുറൈറ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നതായി ഞാൻ കേട്ടു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വിഷയം അതിലുണ്ട്. നിങ്ങൾ പറഞ്ഞത് എന്താണ്? ഇപ്പോൾ ഓതിയല്ലോ, ഇൻ തദ്ഊഹും, നിങ്ങൾ അവരെ വിളിച്ചാൽ അവർ കേൾക്കൂല, കേട്ടോലോ ഉത്തരം ചെയ്യൂല. ഞങ്ങളതന്നെ പറയുന്നു. അതിൽ അമ്പിയാക്കൾ ഔലിയാക്കൾ പെടൂല. എന്തുകൊണ്ട്? അമ്പിയാക്കളുടെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി പറയാണെന്ത്? നിങ്ങൾ എന്നെ വിളിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യും. നിങ്ങൾ എന്റെ ഖബറിന്റെ സമീപത്തുനിന്ന് വിളിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യും. നിങ്ങൾ എന്താ പഠിപ്പിച്ചത്? ഇവരുടെ നിങ്ങൾ പറയുന്നത് അവർ കേട്ടാലും ഉത്തരം ചെയ്യൂല, കേൾക്കുമെന്ന് മാത്രമല്ല ഞാൻ ഉത്തരം ചെയ്യുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. നിങ്ങളെ നിർവചനം പൊളിക്കലേ ഞങ്ങൾക്ക് ആവശ്യമുള്ളൂ. ഇപ്പൊ ചോദിക്കാം, ലോകത്തിന്റെ എല്ലാ ഭാഗത്തുനിന്നും അതവിടെ ഇരിക്കട്ടെ, ഖബറിന്റെ സമീപത്തുനിന്ന് റസൂലുള്ളാഹിനെ വിളിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ പൊളിഞ്ഞില്ലേ നിങ്ങളെ നിർവചനം? അതേ ഞങ്ങൾക്ക് ആവശ്യമുള്ളൂ. ഞങ്ങൾക്ക് ആവശ്യമുള്ളത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ജനങ്ങളെ പഠിച്ചോളൂ. കഴിഞ്ഞ സംവാദത്തിൽ കോട്ടക്കൽ വെച്ച് ആയത്തും ഹദീസും പഠിപ്പിച്ച പോലെ ഹിജ്റ 300 വഫാത്തായ ബഹുമാനപ്പെട്ട ഇമാം അബൂ യഅല അവിടുത്തെ മുസ്നദിനാണ് പറയുന്നത്. ഒരൊറ്റ റാവി പോലും നിങ്ങൾക്ക് അതിൽ നിന്ന് തള്ളിക്കളയാൻ കഴിയില്ല. അഹ്മദ് ഇബ്നു ഈസ സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്, ഇബ്നു വഹബ് സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്, അബൂ സഹർ സ്വഹീഹ് മുസ്ലിമിലുണ്ട്, സഈദുൽ മഖ്ബുരി സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്. വളരെ പ്രശസ്തമായ സനദാണത്. നിങ്ങൾക്കതിനെ തൊടാൻ കഴിയില്ല. അതൊക്കെ പരിശോധിച്ചിട്ടാണ് വന്നത്. നിങ്ങളെ തന്നെയാണ് ഞങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾ പറയൂ, ഈ സനദിൽ എവിടെയാണ് രണ്ട് ന്യൂനത? രണ്ട് ന്യൂനത നിങ്ങൾ പറയണം. അത് പറഞ്ഞു കൊടുക്കൂ ജനങ്ങൾക്ക്. അതിനുശേഷം ഞാൻ പറഞ്ഞു തരാം ഏത് പണ്ഡിതനാണ് പറഞ്ഞത് എന്നല്ലേ. ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിക്കുന്ന ഒരാൾ ഖബറിന്റെ സമീപത്ത് വന്നുകൊണ്ട് ഉത്തരം ചെയ്യാൻ കഴിയുമെന്ന രൂപത്തിൽ പറയുകയില്ല, അത് ശിർക്കാണ് എന്നല്ലേ പറഞ്ഞത്. ലോകമേ പഠിക്കുക. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി അല്ലാഹുവിന്റെ ഹബീബാണ് പറയുന്നത്. ഈ നിങ്ങൾ വിളിച്ചാൽ കേൾക്കൂല, കേട്ടാൽ തന്നെ ഉത്തരം ചെയ്യൂല എന്ന് പറയുന്നതിൽ അമ്പിയാക്കൾ പെടുകയില്ല. എന്തുകൊണ്ട്? ആ ആയത്ത് പഠിപ്പിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി പറയുകയാണ്, എന്നെ ഖബറിന്റെ സമീപത്ത് വന്ന് വിളിച്ചാൽ ലഉജീബന്നഹു, ഞാൻ മറുപടി പറയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. വിയർത്തിട്ട് കാര്യമില്ല, ഒച്ചുണ്ടാക്കിയിട്ടും കാര്യമില്ല, ഇനിയിപ്പോ ജിന്നിനെ വിളിച്ചിട്ടും കാര്യമില്ല. നിങ്ങൾ പറയൂ, ഈ സനദിൽ രണ്ട് ന്യൂനതകളുണ്ടെങ്കിൽ, ഈ സനദിൽ രണ്ട് ന്യൂനതകളുണ്ടെങ്കിൽ, ഞങ്ങൾ ആദ്യം തന്നെ പറഞ്ഞു ഞങ്ങളെ ഇത്തിഹാദൊന്നല്ല, റിജാലുഹു റിജാലു സ്വഹീഹ്. ഒച്ചുണ്ടാക്കിയിട്ട് കാര്യമില്ല എന്ന് സ്വന്തം അനുയായികളോടാണ് പറയണത്. നമ്മൾ കുടുങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ഇതുവരെ വിചാരിച്ചത് അനുയായികൾ ഒച്ചുണ്ടാക്കിയാൽ രക്ഷപ്പെടുമെന്നായിരുന്നു. ഇനിയിപ്പോ ഒച്ചുണ്ടാക്കി, കാരണം നമ്മളാരും ഒച്ചുണ്ടാക്കണില്ലല്ലോ. നമ്മൾ വിഷയാവതരണത്തിന് ഞാൻ ഏത് ശബ്ദത്തിലാണോ പറഞ്ഞത്, നേരത്തെ ചോദ്യം ചോദിക്കുമ്പോൾ ഏത് ശബ്ദമാണോ ഉപയോഗിച്ചത്, അതേ ശബ്ദമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. എന്റെ മുജാഹിദ് സുഹൃത്തുക്കളും നേരത്തെ എങ്ങനെയാണോ ഇരുന്നത് അങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത്. ഒച്ച കൂടുന്നത് അവിടെയാണ്. അതുകൊണ്ട് അനുയായികളോട് പറഞ്ഞു, മുജാഹിദുകൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു നമ്മൾ ഒച്ചയുണ്ടാക്കുകയാണെന്ന്.
ഇനി ഒച്ചയുണ്ടാക്കിയിട്ട് കാര്യമില്ലെന്ന്. പക്ഷേ മുസ്ലിംമാര് പറയുന്നത് കേൾക്കാൻ അനുയായികൾ തയ്യാറല്ലെങ്കിൽ നമുക്കൊന്നും പറയാനില്ലല്ലോ. ഞാൻ പറഞ്ഞു, വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, ഇത് തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയണം. ഇവിടെ സനദുകൾ മുഴുവൻ നിങ്ങൾ വായിച്ചോ, ആ ഹദീസ് വന്ന സനദുകൾ മുഴുവൻ ആ സനദിലുള്ള ആളുകൾ സ്വീകാര്യരാണെന്ന് നിങ്ങൾ തെളിയിച്ചോ? തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ആദ്യം ഇബ്നു അസാക്കിർ വായിച്ചു, പിന്നെ മജ്മഉ സവായിദ് വായിച്ചു, ഇപ്പൊ അബൂ യഅലയുടെ ഹദീസ് വായിച്ചു എന്നല്ലാതെ സ്വീകാര്യരാണെന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ഒന്നാമതായി അല്ലാതെ ഒരു ന്യൂനത ചൂണ്ടിക്കാണിച്ചാൻ കഴിഞ്ഞോ? വലിയ വിടൽസ് എന്താണെന്നറിയോ? ഞാൻ നിങ്ങളുടെ സനത് വായിച്ചാൽ ന്യൂനത കാണിച്ചു തരും. സനതങ്ങ് വായിച്ചു, ന്യൂനത കാണിച്ചു തന്നോ? പറയാണ് എല്ലാ സനതും വായിക്കണോ? അത് എവിടത്തെ ഉസൂല? ആരേഖക്ക് പഠിപ്പിച്ചെന്നത്? ഒരു ഹദീസ്, ഒരു ഇമാമ് ഇന്ന ആൾ പറഞ്ഞു, സ്വീകാര്യോഗ്യമായിട്ട് ഒറ്റ സനത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി പറഞ്ഞു എന്ന് വന്നാൽ അത് മുസ്ലിം സമൂഹത്തിന് രേഖയാണ്. അതാണ് സ്വഹീഹായ ഹദീസ് എന്ന് എഴുതി വെച്ചത്. കുടുങ്ങി. ഇങ്ങനെ തന്നെ കുടുങ്ങല്. നിങ്ങൾക്ക് പറ്റിപ്പോയി. എനി പിടിച്ചോ അടുത്തത്. നിങ്ങൾ താരീഖ് ഇബ്നു അസാക്കിർ, അവിടെ നിന്നാണ് തുടക്കം. മജ്മഉ സവായിദ് 2, അബൂ യഅല 3. ഇനി അടുത്തത് വരാൻ പോകുന്നത് നിങ്ങളുടെ സ്വന്തം അൽബാനി. അത് ഇനി നിങ്ങൾക്കൊന്നും പറയാനില്ലല്ലോ. അൽബാനിയുടെ സിൽസിലത്തുൽ അഹാദീസ് സ്വഹീഹ, സ്വഹീഹായ ഹദീസുകൾ മാത്രം പറയുന്ന ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിൽ അതാ പറയുന്നു കേട്ടോ, ഇതിന്റെ 2733 ഹദീസ്. എന്നിട്ട് പറഞ്ഞു, ഈ ഹദീസിന്റെ മത്ന് മുഴുവൻ വായിക്കണം. വായിക്കാൻ ഞങ്ങൾക്ക് ഇവിടെ തെളിയിക്കാൻ ആവശ്യമുള്ളത് ഞങ്ങൾ വായിച്ചു കളഞ്ഞു. അത് വായിച്ചു തന്നിട്ടുണ്ട്. രേഖ എന്താണ്? ഞങ്ങളുടെ ഭാഗം നിങ്ങൾ നിർവചനം പൊളിക്കലാണ്. നിങ്ങൾ പറഞ്ഞല്ലോ ആ മനുഷ്യ കഴിവിന്റെ അപ്പുറത്തുള്ളത് ചോദിച്ചാൽ എന്തായി പോകും? അത് ശിർക്കാണ്, പ്രാർത്ഥനയാണ്. അത് പൊളിഞ്ഞു. കാരണം ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി നബി തങ്ങൾ പറയുകയാണ്. എന്താണ് പറഞ്ഞത്? എന്നെ വിളിച്ചാൽ ഞാൻ ഉത്തരം നൽകും. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി വിശ്വസിക്കുന്ന വ്യക്തി വിളിക്കുകയില്ല എന്നല്ലേ നിങ്ങളുടെ വാദം? പൊളിഞ്ഞില്ലേ മൗലവി? എന്നിട്ട് എന്താ പറഞ്ഞത്? എല്ലാ സനദും വായിക്കണം. അത് ആരാ നിങ്ങൾക്ക് പഠിപ്പിക്കുന്നത്? പുതിയ ഉസൂലികൾ ഉണ്ടാക്കല. ഞങ്ങൾ പറഞ്ഞ സനദിന് എന്താണ് കുഴപ്പം? എന്നിട്ട് എന്താ അൽബാനി പറഞ്ഞത് കേട്ടോ? അഖ്റജഹു അബൂ യഅല ഫീ മുസ്നദിഹി. ഈ ഹദീസിനെ അബൂ യഅല മുസ്നദിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ സനദ് അഹ്മദ് ഇബ്നു ഈസ അഖ്ബറന ഹദതന ഇബ്നു വഹബ് അൻ നബി സഖർ അൻ സഈദ് അൽ-മഖ്ബൂരി റളിയല്ലാഹു അൻഹു അഖ്ബറഹു അന്നഹു സമിഅ അബൂ ഹുറൈറ എന്ന് പറഞ്ഞിട്ട് സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിങ്ങനെ പറഞ്ഞിട്ട് ഉദ്ധരിക്കുന്നു. ഖുൽതു അൽബാനിയാണ് പറയുന്നത്. വഹാദാ ഇസ്നാദുൻ ജയ്യിദുൻ. ഇത് ഏറ്റവും നല്ല ഇസ്നാദാണ്. പോരാ, റിജാലുഹു കുല്ലുഹും സിഖാത്ത്. ഇതിന്റെ പരമ്പരയിലെ മുഴുവൻ ആളുകളും വിശ്വസ്തരാണ്. പോരാ, ആരെങ്കിലും ആരോപിച്ചാൽ നിങ്ങൾ വിടുന്നില്ല. റിജാലു ശൈഖൈനി, ബുഖാരിയിലും മുസ്ലിമിലുമുള്ള റിജാലാണ്. ആരൊഴികെ? അഹ്മദ് അബൂ സഖർ ഒഴികെ. അദ്ദേഹമോ ഫമിൻ റിജാലി മുസ്ലിം, മുസ്ലിമിന്റെ റാവികളിൽപ്പെട്ട ആളാണ്. അവ സ്വഹീഹ് മുസ്ലിമിന്റെയും റാവിയുടെയും മുഴുവൻ റിജാലുകളുമുള്ള ഏറ്റവും പ്രസിദ്ധമായ ഹദീസാണ്. ആലുവ സംവാദത്തിൽ കൊണ്ടുവന്നത്. ഇല്ല മൗലവി, ഇത്ര കൃത്യമായി വായിച്ചു തന്നിട്ട് ഞങ്ങൾ വായിച്ച സനദിൽ എവിടെയാണ് കുഴപ്പം? ഞാൻ എന്റെ ആദ്യത്തെ ആ ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കുന്നു. ഈ ഹദീസിന്റെ സനദ് ഞങ്ങൾ വായിച്ചു തന്നു, വ്യക്തമാണ്. നിങ്ങളുടെ അൽബാനി തന്നെ പറഞ്ഞു. ആരാണ്? അബൂ യഅല ഇമാം പറയാണ്. അഹ്മദ് ഇബ്നു ഈസ എന്നോട് പറഞ്ഞു. അഹ്മദ് ഇബ്നു ഈസ ബുഖാരിയുടെ റാബികളിൽപ്പെട്ട ആളാണ്, ഏറ്റവും വിശ്വസ്തനാണ്. ആരാ പറയുന്നത്? അൽബാനിയാണ് പറയുന്നത്, ഞാനല്ല. 2 ഇബ്നു വഹബ്, അദ്ദേഹം ബഹുമാനപ്പെട്ട ഇബ്നു വഹബ് എന്ന മഹാൻ ബുഖാരിയുടെ ഉസ്താദാണ്, മുസ്ലിമിന്റെയും ഉസ്താദാണ്. ലോകത്ത് തർക്കമില്ല. പിന്നെ ആരാണ് പറഞ്ഞത്? അബൂ സഖർ. അബൂ സഖർ എന്ന് പറയുന്നത് മുസ്ലിമിന്റെ ഉസ്താദാണ്, ലോകത്ത് തർക്കമില്ല. സഈദുൽ മഖ്ബൂരിയാണ് വേറെ ഒരു റാവി. അദ്ദേഹം സ്വഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലുമുള്ള ആളാണ്, തർക്കമില്ല. ഇത്ര സ്വഹീഹായ ഹദീസുകളെ കുറിച്ചല്ലേ ന്യൂനതണ്ട് എന്ന് പറഞ്ഞത്? ഇതാണ് മുജാഹിദുകളുടെ സ്വഭാവം. ഇതാണ് മുജാഹിദുകളുടെ സ്വഭാവം. നിങ്ങൾ പഠിക്കണം. എന്ത്? ഇവർക്ക് പറ്റാത്തത് കണ്ടാൽ അതിനെ ദഈഫാക്കിക്കളയും. അങ്ങനെ ഒരു പ്രസ്ഥാനത്തിന്റെ പേര് എന്താണ്? അത് മുജാഹിദ് പ്രസ്ഥാനം. പിന്നെ അനീഫ മൗലയ്ക്ക് വേറൊരു പേരും കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട്. അതെന്താ അറിയോ? ഇതിൽ ഇസ്തിഗാസ ഇല്ല.
ഇതിൽ ഇസ്തിയാസ ഇല്ല. ആ ജുംല മൂപ്പർക്ക് ഒരു പേരായി നമ്മൾ കൊടുക്കുകയാണ്. കാരണം എന്താ? വ്യക്തമായ ഇസ്തിയാസ. അള്ളാഹുവിന്റെ റസൂൽ പറയാൻ, എന്റെ ഖബറിന്റെ സമീപത്ത് വന്ന് എന്നെ വിളിച്ചാൽ ഞാൻ ഉത്തരം നൽകും. ഇതിൽ പച്ചയായ ഇസ്തിയാസിന് വേറെ ഏതാ? ഇത് മൂപ്പർ വന്നാൽ അതിൽ ഇസ്തിയാസ ഇല്ല, ഇതിൽ ഇസ്തിയാസ ഇല്ല. ഈ രൂപത്തിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, മുസ്ലിം സമൂഹത്തെ കാഫറാക്കാൻ അനുവദിക്കൂല. ജനങ്ങൾ പഠിച്ചു. ഇവരെ എല്ലാ മൗലവിമാരോടും ആളുകൾ ചോദിക്കട്ടെ, എന്താ മൗലവി മറുപടി? കാണുമ്പോഴൊക്കെ ചോദിക്കുക, എന്റെ ഖബറിന് സമീപത്ത് വന്ന് എന്നെ വിളിച്ചാൽ, ഞാൻ മുഹമ്മദ് എന്ന് വിളിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യും. മുസ്നദ് അബൂ യഅലയിൽ ഹദീസ് ഉണ്ട്, സ്വഹീഹാണെന്ന് ഹാഫിദുൽ ഹൈസമി പറഞ്ഞു, അൽബാനിയും പറഞ്ഞു, എല്ലാവരും പറഞ്ഞു. ഓരോ സനദും ഞങ്ങൾ ഇട്ടു തന്നു. ഹദീസ് സനദ് പറയണമെന്ന് പറഞ്ഞു, അത് പറഞ്ഞു കൊടുത്തു. സ്വഹീഹ് ഉദ്ധരിക്കണം എന്ന് പറഞ്ഞു കൊടുത്തു. ഓരോ സനദും പറഞ്ഞു. ഇവിടെയാണ് കുഴപ്പമുള്ളത്. ഇനി വേറെ ഏതോ ഒരു സനദ് കൊണ്ടുവരും, സ്വഹീഹുള്ള എന്തായിക്കോട്ടെ, അതല്ലല്ലോ ഞങ്ങളുടെ തെളിവ്. ഈ സനദിന് എന്താണ് കുഴപ്പം? ഒരു ഹദീസ് ഒരു സനദിലൂടെ സ്ഥിരപ്പെട്ടാൽ പോരെ. അല്ലാതെ ആരാണ് എഴുതിയത്? സ്വഹീഹായ ഹദീസാണെന്ന് അൽബാനിയാണ് പറയുന്നത്, ഹാഫിദുൽ ഹൈസമിയാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ വ്യക്തമായി പറയുന്നു, വിഷയം തെളിഞ്ഞു കഴിഞ്ഞു മൗലവി. ഇനി നിങ്ങൾ കുർത്തുബിമാൻ വായിച്ചിട്ടൊന്നും കാര്യമില്ല. കഥ കഴിഞ്ഞു മുസ്ലിയാക്കന്മാരെ. നിങ്ങളുടെ അൽബാനിയെ നിങ്ങൾ എടുത്തില്ലേ? ആ വായിച്ചതിന്റെ താഴെയുണ്ട് ഞാൻ പറഞ്ഞ കാര്യം, വഫീഹി ഇല്ലതാനി. നിങ്ങൾ വായിച്ചതിന്റെ 2 വരി താഴെ വായിക്ക്, വഫീഹി ഇല്ലതാനി. ഞാൻ പറഞ്ഞ ന്യൂനതയുണ്ടെന്ന് ഞാൻ വെറുതെ പറഞ്ഞതാണെന്നാണോ നിങ്ങൾ വിചാരിച്ചത്? നിങ്ങൾ എന്ത് കൊണ്ടുവരുമെന്ന് ഞങ്ങൾക്കറിയാം. അതല്ലേ അവസാനത്തെ അവസരം വരെ കാത്തുനിന്നത്. ഞാൻ ഒന്നാമത്തെ മറുപടി പറഞ്ഞപ്പോ പറഞ്ഞു ന്യൂനതയുണ്ട്. അപ്പത്തൊട്ട് ആവശ്യപ്പെടാൻ തുടങ്ങി, വായിക്കണം നിങ്ങൾ സനദ്, വ്യത്യസ്തമായ സനദ്, വ്യത്യസ്തമായ മത്തിന് കൊണ്ടാണ്. അപ്പോ ഇല്ലത്ത് പറയണമെന്നല്ലേ ചോദ്യം? പറഞ്ഞു, ഞാനല്ല, നിങ്ങൾ തന്നെ പറഞ്ഞു. അതൊന്ന് വായിച്ചു നോക്കിയാൽ ബോധ്യപ്പെടും. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും തന്നെ 3 വിഷയങ്ങൾ. 1 ഇസ്തിഗാസക്ക് തെളിവാണെന്ന് പറയണം. 2 ന്യൂനതയുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ പറയുന്നു ഇപ്പോഴും ന്യൂനതയുണ്ട്. ആ സനദുകൾ മുഴുവൻ വായിച്ചാൽ ഏത് സനദിലാണ് ന്യൂനതയെന്ന് ഞാൻ പറയും. 3-ാമത്തേത് അതിന്റെ മത്തിനുകൾ വായിക്കണം. അതും ഇവിടെ വായിച്ചിട്ടില്ല. 1-ാമത് ഇസ്തിഗാസക്ക് തെളിവാണെന്ന്, ഈ തർക്കത്തിലിരിക്കുന്ന പ്രാർത്ഥനയ്ക്ക് തെളിവാണെന്ന് പറഞ്ഞാലേ മറ്റ് 2 പറയേണ്ട ബാധ്യത തന്നെ ഞങ്ങൾക്കുള്ളൂ. അത് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. പ്രാർത്ഥനയുടെ നിർവചനത്തിനാണല്ലോ തർക്കം. ഹദീസ് സഹീഹാണോ അല്ലേ എന്നതല്ല, പ്രാർത്ഥനയുടെ നിർവചനം പൊളിക്കാനാണ് നിങ്ങൾ അത് ഉദ്ധരിച്ചത്. അത് പൊളിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ പറഞ്ഞ നിർവചനം ഇപ്പോഴും ഒരഹ്സനിക്കും തകർക്കാൻ കഴിയാത്ത ചെങ്കോട്ടയായി നിലനിൽക്കുന്നു എന്ന് ഈ സമൂഹം മനസ്സിലാക്കും. 2-ാമത്തെ പച്ചക്കള്ളവാട് പറഞ്ഞിരിക്കുന്നത്, 2-ാമത്തെ പച്ചക്കള്ളവാട് പറഞ്ഞിരിക്കുന്നത്, 2-ാമത്തെ പച്ചക്കള്ളവാട് പറഞ്ഞിരിക്കുന്നത് ഇവിടെ വായിച്ച കിതാബുകളിൽ വല്ല സംശയങ്ങളുമുണ്ടെങ്കിൽ, വീണ്ടും അത് വായിക്കേണ്ട ആവശ്യവുമുണ്ടെങ്കിൽ സദസ്സ് നിശബ്ദമാവണം. സ്റ്റേജും സദസ്സും നിശബ്ദമാവണം. വായിച്ച കിതാബുകളിൽ വല്ല അബദ്ധങ്ങളുമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റ് വീണ്ടും വായിക്കാൻ ആവശ്യപ്പെടുക പോലെയുള്ള ആവശ്യങ്ങളുണ്ടെങ്കിൽ മധ്യസ്ഥന്മാരോട് പറഞ്ഞാൽ തീർച്ചയായും അത് വായിക്കാനുള്ള അവസരമുണ്ടാക്കുന്നതാണ്. ഇൻഷാ അല്ലാഹ് അതിനുള്ള വേദി മധ്യസ്ഥന്മാർ ചർച്ച ചെയ്തുകൊണ്ട് ഇവിടെ ഉണ്ടാക്കി തരുന്നതാണ്. അതിനു മുമ്പ് സദസ്സ് നിശബ്ദമായിരിക്കണമെന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. ഹനീഫ മൗലവി വായിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഉച്ചയ്ക്ക് ശേഷം വായിക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് എഴുതിയ കരാറിന്റെ സമയം അദ്ദേഹം പറഞ്ഞു. ഇൻഷാ അല്ലാഹ് കരാർ അനുസരിച്ച് അടുത്ത പരിപാടി ആരംഭിക്കുന്നത് അത് വായിച്ച് ക്ലിയർ ചെയ്തതിന് ശേഷമായിരിക്കും.
ഇപ്പോൾ ഇവിടെ ഉദ്ധരിച്ച ചോദിച്ച സംശയം വായിച്ച് തീരുമാനിച്ച് തീർച്ചപ്പെടുത്തിയതിന് ശേഷമാണ് ഉച്ചയ്ക്ക് ശേഷമുള്ള അടുത്ത സെഷൻ ആരംഭിക്കുന്നത്. 1:45 അടുത്ത സെഷൻ ആരംഭിക്കുന്നതാണ്. എല്ലാവരും ഭക്ഷണം കഴിച്ച് നിസ്കാരം കഴിഞ്ഞ് പെട്ടെന്ന് തിരിച്ചു വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ചില വിഷയങ്ങളിൽ ചില പരാമർശങ്ങൾ ബാക്കിയുള്ളതുകൊണ്ടും സുന്നി പക്ഷം മുജാഹിദ് പക്ഷത്തിന്റെ ചില ഉദ്ധരണികൾ കളവാണെന്ന് ആരോപിച്ചതിന്റെ പേരിലും അത് തെളിയിക്കാൻ ഈ വ്യവസ്ഥയില്ല എന്ന കാരണം പറഞ്ഞുകൊണ്ട് മുജാഹിദ് പക്ഷം തയ്യാറാവാത്തതുകൊണ്ടും എല്ലാ കാരണങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ആദർശപരമായ ലക്ഷ്യത്തിന് വേണ്ടി ചർച്ചയ്ക്ക് തയ്യാറാവണമെന്ന് ഇവിടെയുള്ള മധ്യസ്ഥൻ മുഹമ്മദ് രാമന്തളി എന്ന മധ്യസ്ഥൻ ആവശ്യപ്പെട്ടപ്പോൾ മറുവിഭാഗം തയ്യാറാവാതെ വരികയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ മധ്യസ്ഥന്മാർ ചർച്ച ചെയ്യുകയും ഈ കിതാബ് ചർച്ച ചെയ്യാനും കളവ് പറഞ്ഞു എന്ന് പറഞ്ഞ കിതാബ് ചർച്ച ചെയ്യാൻ തയ്യാറില്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിലും ഈ പരിപാടി നിർത്തിവെക്കാൻ മധ്യസ്ഥന്മാർ തീരുമാനിച്ച കാര്യം അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും. ബഹുമാന്യരെ, ഇവിടെ പ്രതിപാദിച്ച വിഷയത്തിൽ 6 ചോദ്യങ്ങൾ ചോദിക്കുവാനും അതിന് മറുപടി പറയുവാനുമാണ് അവസരമെന്ന് മധ്യസ്ഥന്മാർ മുൻകൂട്ടി തയ്യാറാക്കിയതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ 6 ചോദ്യങ്ങൾ ചോദിക്കുകയും അതിന് മറുവിഭാഗം മറുപടി പറയുകയും ചെയ്തു കഴിഞ്ഞതിനാൽ അടുത്ത വിഷയത്തിലേക്ക് കടക്കലാണ് മര്യാദ എന്ന് മറുപക്ഷം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അത് സുന്നിപക്ഷം സ്വീകരിക്കാൻ തയ്യാറല്ല എന്നും ആദ്യം പറഞ്ഞതിന്റെ തുടർച്ചയാണ് നടക്കേണ്ടത് എന്നും അവർ പറഞ്ഞതു. അതല്ല വേണ്ടത്, കരാർ പ്രകാരമുള്ള പ്രകാരം പരിപാടി മുന്നോട്ട് പോവുകയാണ് വേണ്ടത് എന്ന് മുജാഹിദ് പക്ഷം പറയുകയും ചെയ്യുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇത് തുടർന്നു പോകുവാൻ രണ്ടു കൂട്ടരും ആ കരാറിൽ നിന്ന് വ്യത്യസ്തമായി പോകുവാൻ ആ കരാർ പ്രകാരം പോകണമെന്നുള്ള ഒരു നിർബന്ധത മധ്യസ്ഥന്മാർക്കുള്ളതുകൊണ്ട് ഞങ്ങൾ പരിപാടി ഇവിടെ മധ്യസ്ഥന്മാർ തീരുമാനമെടുത്ത് പിരിച്ചുവിട്ടിരിക്കുന്നു. പിന്നെ ആരും ഈ ഹാളിനകത്ത് ഇരിക്കേണ്ടതില്ല. എല്ലാവരും സൗഹൃദപൂർവ്വം തന്നെ തിരിച്ചു പോകേണ്ടതാണ്. ഇനിയും ഇൻഷാ അല്ലാഹ് ചർച്ചകളും വ്യവസ്ഥകളൊക്കെ ഉണ്ടാവും.
ഹദീസിനെ കുറിച്ച് പറയാൻ തയ്യാറായില്ല. ഇവിടെ മധ്യസ്ഥൻ ഏകപക്ഷീയമായി പെരുമാറിയെന്ന് ഒരു ആരോപണമുണ്ട്. അത് മധ്യസ്ഥൻ തന്നെ അതിന് മറുപടി പറയും. മുഹമ്മദ് രാമന്തൽ ഇവിടെ ഉണ്ട്, അദ്ദേഹം തന്നെ അതിനെ സംബന്ധിച്ച് സംസാരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആലുവ കുന്നത്തേരിയിൽ വെച്ച് നടന്ന സംവാദത്തിലെ വളരെ വലിയ വിജയത്തിൻ്റെ വ്യക്തമായ തെളിവുകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സദസ്സിന് മുന്നിൽ അവിടെ വെച്ച് ഏകപക്ഷീയമായി ഒരു മധ്യസ്ഥൻ പെരുമാറി എന്ന മുജാഹിദുകളുടെ ആരോപണം ഇവിടെ എണ്ണിപ്പറഞ്ഞ കളവുകളുടെ കണക്കുകളുടെ കൂട്ടത്തിലെ അവസാനത്തൊരു കണക്കിൽ കൂട്ടണം എന്ന അഭ്യർത്ഥനയോടെ അത് പച്ചക്കള്ളമാണെന്ന് പറയാൻ തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. കാരണം ഒരു മധ്യസ്ഥനെ എന്തൊരു വിഷയത്തിൽ ഇടപെടാൻ ഏൽപ്പിക്കപ്പെട്ടാലും ആ മധ്യസ്ഥൻ്റെ ബാധ്യത ഏൽപ്പിക്കപ്പെട്ട കക്ഷികളിൽ ആർക്കെങ്കിലും വല്ല സംശയങ്ങളോ ആരോപണങ്ങളോ അഭിപ്രായങ്ങളോ പറയാനുണ്ടെങ്കിൽ അത് കേൾക്കുകയും അതിനുവേണ്ടി ഇടപെടുകയും ചെയ്യുക എന്നതാണ്. ഉച്ചയ്ക്ക് മുമ്പുള്ള സെഷനിൽ മുജാഹിദ് മധ്യസ്ഥൻ എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ മധ്യസ്ഥനല്ല. മുജാഹിദ് പിളർപ്പിൻ്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ മുഴുവൻ എണ്ണിപ്പറഞ്ഞിരുന്നൊരു മടവൂർ വിഭാഗത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ ഗുണ്ടാ നേതാവായി എണ്ണിയ നൂർഷാ സാഹിബ് എന്ന KNM-ന്റെ സംസ്ഥാന നിർവാഹക സമിതി അംഗവും KNM എറണാകുളം ജില്ലാ ജനറൽ സെക്രട്ടറി കൂടിയായ നൂർഷാ സാഹിബായിരുന്നു മുജാഹിദുകളുടെ മധ്യസ്ഥൻ. ഒന്നാം സെഷൻ്റെ ഉച്ചയ്ക്ക് മുമ്പുള്ള സെഷനിൽ അദ്ദേഹം കൂടി സമ്മതിച്ചുകൊണ്ടാണ് അങ്ങനെയൊരു തീരുമാനമെടുത്തത്. ഉച്ചയ്ക്കുള്ള സെഷൻ ആരംഭിക്കുന്നത് കിതാബ് വായിച്ച് സംശയമുള്ള ആരോപിക്കപ്പെട്ട ഭാഗത്തിൻ്റെ എല്ലാം ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രമേ ആരംഭിക്കുകയുള്ളൂ, രണ്ടാം സെഷൻ ആരംഭിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് പിരിഞ്ഞു പോയതിനു ശേഷം ഈ പണ്ഡിതന്മാരുടെ നിർദ്ദേശപ്രകാരം ഏകപക്ഷീയമായി മുജാഹിദ് പക്ഷത്തിനോടൊപ്പം ചേർന്നുകൊണ്ട് മധ്യസ്ഥൻ്റെ റോള് പോലും മറന്ന രൂപത്തിലായിരുന്നു ചില വാക്കുകളിൽ അദ്ദേഹം പെരുമാറിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് മുജാഹിദുകളുടെ സീഡികളിൽ അവർ കാണിക്കാറുണ്ട് ഒരു ഭാഗം. അദ്ദേഹം ഇടയ്ക്ക് എൻ്റെ നേരെ എന്തോ ചോദിക്കുന്നത് പോലെ അദ്ദേഹം ചോദിച്ച ചോദ്യം ഇതായിരുന്നു, അദ്ദേഹം പറഞ്ഞത് ഇതായിരുന്നു: നമ്മൾ ഈ വിഷയത്തിൽ തീരുമാനം ഉണ്ടാക്കാൻ ഏൽപ്പിക്കപ്പെട്ടവരല്ല, ബെല്ലടിച്ച് സംവാദം നിയന്ത്രിക്കാൻ ഏൽപ്പിക്കപ്പെട്ടവരാണെന്ന്. സാമാന്യ ബുദ്ധിയുള്ള ഏത് മുജാഹിദ് പ്രവർത്തകരിൽ ഒരു കാലഘട്ടത്തിൽ ബുദ്ധിയുള്ളവരുണ്ടായിരുന്നു. പക്ഷേ സക്കരിയ സ്വലാഹിയും മുജാഹിദ് ബാലുശ്ശേരിയൊക്കെ വന്നപ്പോൾ വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകളൊക്കെ ആ പ്രസ്ഥാനത്തിൽ നിന്ന് അകലുന്നത് കൊണ്ടാണ് ഇപ്പോൾ പുതിയ പുറത്താക്കൽ തീരുമാനം വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ബുദ്ധിയുള്ള ആരെങ്കിലും മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഉണ്ടെങ്കിൽ അവർക്ക് തിരിച്ചറിയാൻ കഴിയും, ഒരു മധ്യസ്ഥനെ ഒരു വിഷയത്തിൽ ഏൽപ്പിച്ചാൽ ആ മധ്യസ്ഥൻ ചെയ്യേണ്ടത് പൂർണ്ണമായും ആ വിഷയം പരിപൂർണമാക്കുകയും ഏത് ലക്ഷ്യമാണോ അവിടെ നമുക്ക് ആവശ്യമുള്ളത് അത് നേടിയെടുക്കാൻ സഹായിക്കുകയും ചെയ്യുക എന്നതാണ്. സംവാദം എന്നത് ഒരു എന്തെങ്കിലും വാശിക്ക് വേണ്ടിയുള്ള മത്സരമല്ല എന്നറിയുന്ന മുസ്ലിങ്ങൾക്ക് തീർച്ചയായും ആലുവയിൽ നടന്ന സംവാദത്തിൽ സത്യം ഏതാണെന്ന് തിരിച്ചറിയാൻ തീർച്ചയായും അവകാശമുണ്ടായിരുന്നു. ആ അവകാശം അംഗീകരിച്ചു കൊടുക്കുക എന്നത് മധ്യസ്ഥന്മാരുടെ ബാധ്യത കൂടിയായിരുന്നു. ആ നിലയിൽ എൻ്റെ ബാധ്യതയാണ് ഞാൻ അവിടെ നിർവഹിച്ചത്. നൗഷാദ് ഹസനി അവർ പറഞ്ഞത് കളവാണെന്ന് നൗഷാദ് ഹസനി ഹനീഫയെക്കുറിച്ച് ആരോപണം ഉന്നയിച്ചപ്പോൾ ആ ഉന്നയിച്ച ആരോപണമാണെന്നും അത് കളവാണെന്നും തെളിയിക്കാൻ ഹനീഫക്ക് അവസരം നൽകുകയാണ് സത്യത്തിൽ മധ്യസ്ഥം ചെയ്തിരുന്നത്. പക്ഷേ കളവ് പറയാൻ മാത്രം വിധിക്കപ്പെട്ട പാവപ്പെട്ട മുജാഹിദിൻ്റെ നേതാവ് ഞാൻ കളവിൻ്റെ ആൾ തന്നെയാണെന്ന് സ്വയം സമ്മതിച്ചതിൻ്റെ പേരിലാണ് പിന്നീട് ഞങ്ങൾ അദ്ദേഹത്തിന് ഗീബൽസ് അവാർഡ് നൽകിയത്. അദ്ദേഹം അത് സ്വീകരിച്ചതായി ഒരു പ്രസംഗത്തിൽ അദ്ദേഹത്തിൻ്റെ ക്ലിപ്പ് കണ്ടു. കരഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് തന്ന അവാർഡ് കണ്ടില്ലേ, എനിക്ക് തന്നിരിക്കുന്നത് ഗീബൽസിൻ്റെ പേരിലുള്ള അവാർഡാണെന്നാണ്. ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ സേവനത്തെ മാനിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു അവാർഡ് നൽകാൻ തന്നെ തീരുമാനിച്ചത്. നേർമുന്നിൽ നിന്ന് കളവിൻ്റെ കൂമ്പാരം നിരത്തി വെക്കുന്ന ഏറ്റവും പ്രമുഖനായ നേതാവായി അദ്ദേഹത്തെ ഞങ്ങൾ കണ്ടപ്പോൾ ഈ അവാർഡല്ലാതെ മറ്റൊരു അവാർഡ് നൽകാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. അതുകൊണ്ടാണ് അങ്ങനെ ഒരു അവസരം ആ വിഷയത്തിൽ ഞങ്ങൾക്ക് അവിടെ സ്വീകരിക്കേണ്ടി വന്നത്. ഈ വിഷയത്തിൽ സംവാദത്തിൽ സത്യത്തിൻ്റെ പക്ഷത്ത് നിലനിൽക്കുക എന്നതോടൊപ്പം തന്നെ
ഒരു മധ്യസ്ഥന്റെ നിഷ്പക്ഷത പുലർത്തുക എന്ന കാര്യത്തിലും കൂടി പ്രത്യേകം ഞങ്ങൾ ശ്രദ്ധിച്ചിരുന്നു എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇതുപോലെയുള്ള സംവാദങ്ങൾ ഇനിയും ഉണ്ടാവാനും മുജാഹിദുകളുടെ പരാജയങ്ങൾ ഇനിയും തെളിഞ്ഞു വരാനും ചരിത്രത്തിൽ ഒരുപാട് സംവാദങ്ങളുടെ വേദിയായ കുറ്റിച്ചിറയിലും അവസരമുണ്ടാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനി നമ്മൾ അതിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങുക. അതെന്തായാലും വേണം. കാരണം ഏത് ജാതികള് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അറിഞ്ഞിരുന്നു, പക്ഷെ ചിന്തിക്കുന്നതിന് മുമ്പേ അർത്ഥം പറഞ്ഞ ആളായിരിക്കുന്നത്. അതൊക്കെ പക്ഷെ വസീഹില്ലാത്താരി ഇബ്രാഹിം നബി അറിഞ്ഞിരുന്നു, ചിന്തിച്ചിട്ടില്ല. അള്ള മലയാളിയാണ്, അള്ള മലയാളിയാണ്. അപ്പൊ ആജാദ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അർത്ഥത് ഈ മുരികുട്ടീനെ അർത്ഥം ഉണ്ടാക്കി കൊടുത്തത് സംഗതി മലക്കുകളാന്നൊക്കെ അറിഞ്ഞിരുന്നു, പക്ഷെ ചിന്തിക്കുന്നതിന് മുമ്പേ അർത്ഥം ഏതാണ്? റാസിലുണ്ടോ? ആ റാസി നോക്കി പഠിച്ചോളാം. ഒന്ന് വിളിക്കാം. റാസിൽ എങ്ങനെ ഉണ്ടെന്ന് തെളിയിച്ചാല് ഇപ്പൊ തെളിയിച്ചോ. ഇമാം റാസി ഇബ്രാഹിം നബി അലൈഹി സ്വലാം അറിഞ്ഞിരുന്നു, ചിന്തിക്കുന്നതിന് മുമ്പേ അർത്ഥമാണ്. ഇപ്പൊ തെളിയിച്ചാൽ ഞാൻ നീ പറയാൻ പോലെ നീ പറയുന്ന അനുസരിക്കും. ഇബ്രാഹിം നബി അറിഞ്ഞിരുന്നു, ചിന്തിക്കുന്നതിന് മുമ്പ് അർത്ഥമാണ് എന്ന് വ്യവസ്ഥയായിട്ടുള്ള സംവാദം വരില്ല. ഞാൻ വരും. പക്ഷെ ഞാൻ തെളിയിക്കാൻ ഒത്തിരി കാര്യങ്ങൾ പറയാം. ഒത്തിരി കാര്യങ്ങൾ രണ്ടു കൂടി പോലും വെറുതെ. പക്ഷെ ഒരു നിബന്ധന ഒഫീഹില്ലത്താനി എന്നത് അൽബാനിയുടെ ഈ വാദപ്രചാരത്തിന് വരൂല. അനിപ്പോലെ റൂട്ട് അതെ എഴുതി